ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ് മാത്സിലെ സോളിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്, അതായത് ഘനരൂപങ്ങൾ. അപ്പൊ ഇതിനകത്ത് മലയാളവും പറയുന്നുണ്ട്, ഇംഗ്ലീഷും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാം. സോളിഡ്സ് എന്നുള്ള ചാപ്റ്ററിലെ ഫുൾ ഇക്വേഷൻസും അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് കാണണം. ഇതിൻ്റെ അകത്തുള്ള ഇക്വേഷൻസ് ഒക്കെ ശരിക്കും പഠിക്കണം. നമ്മുടെ ചാപ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഇക്വേഷൻ പഠിക്കാതെ നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ തുടക്കം ഇക്വേഷൻ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അതുകൊണ്ട് അതിനകത്ത് ചോദ്യങ്ങളും ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെയിറ്റേജ് ഉള്ള ഒരു 22 മാർക്കോളം ക്രിസ്മസ് എക്സാമിനും 12 മാർക്കോളം മെയിൻ എക്സാമിനും ചോദ്യം വരുന്ന ഒരു പാഠമാണ്. ഓക്കെ, അപ്പോൾ വിട്ട് പഠിക്കരുത്, എന്തായാലും പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പോയാലോ. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോളിഡ്സ് ഉള്ള ചാപ്റ്ററിലെ ഫസ്റ്റ് ഭാഗം പറയണത് സ്ക്വയർ പിരമിഡ് ആണ്. ഓക്കെ, സ്ക്വയർ പിരമിഡ് ആണ് ഫസ്റ്റ് ഭാഗം കേട്ടോ. അപ്പൊ എന്താണ് സ്ക്വയർ പിരമിഡ് മനസ്സിലാവണ്ടല്ലോ. അതെ, ഇതുപോലത്തെ ഒരു പിരമിഡ് ആണ്. നമ്മുടെ ഈജിപ്തിലൊക്കെ ഉള്ള ഒരു പിരമിഡ് ഷേപ്പ് ആണത്. ഇതിന്റെ അടിഭാഗത്തിന്റെ പേര് വെച്ചിട്ടാണ് ഇതിന് പേര് വരുന്നത്. അടിഭാഗം സ്ക്വയർ ആണെങ്കിൽ അതിനെ സ്ക്വയർ പിരമിഡ് എന്ന് പറയും. ഓക്കെ ആണല്ലോ, സ്ക്വയർ പിരമിഡ്. അപ്പൊ നമുക്ക് സ്ക്വയർ പിരമിഡിന്റെ കുറച്ച് ഇക്വേഷൻസ് ആണ് ആദ്യം പഠിക്കാനുള്ളത്. സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സ്ക്വയറും 4 ട്രയാങ്കിളും. 4 എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ. സമപാർശ്വത്രികോണം. നോക്കി, ഒരു സ്ക്വയർ ഉണ്ട്, ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം, 4 ഐസോസിലസ് ട്രയാങ്കിൾ കേട്ടോ. സമപാർശ്വത്രികോണങ്ങൾ എന്നിട്ടാണ് സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാം. അപ്പൊ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിഭാഗം ബേസ് ആണ്, ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. ബേസ് വരച്ചിട്ടുണ്ട്. മുകളിലേക്ക് 4 യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്തേക്കാണ്? ഇങ്ങനെ ഒരു പിരമിഡ് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ സ്ക്വയർ പിരമിഡ് ഇങ്ങനെ ഉണ്ടാക്കാം. അതിനകത്ത് കുറച്ച് ലെറ്റർ ആണ് ആദ്യം പഠിക്കാനുള്ളത്. സ്ക്വയർ പിരമിഡിന്റെ ആദ്യം പറയാ ബേസ് എഡ്ജ്, പാദവക്ക്. ലെറ്റർ എ ആണ്, മറക്കരുത്. എ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ നേരെ ഉള്ള ഷേപ്പ്. ഇതിനെ മടക്കിയിട്ടാണ് സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് ബേസ് എഡ്ജ് എന്ന് പറയുമ്പോ അടിഭാഗത്ത ബേസ് എഡ്ജ് എ ആണ്, മറക്കരുത് ട്ടാ. പാദവക്ക് ലെറ്റർ എന്താണ്? എ. ഓക്കെ, കിട്ടി. അടുത്ത പറയുന്നത് ലാറ്ററൽ എഡ്ജ്, പാർശ്വവക്ക്. ലാറ്ററൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചെരിഞ്ഞിട്ടുള്ള ഒരു സൈഡിന്റെ, നമുക്ക് 2 ത്രികോണങ്ങൾ ഉണ്ടല്ലോ, രണ്ടും ഇങ്ങനെ ചേർന്നിരിക്കുമ്പോ അതിനിടയിൽ ഉണ്ടാവുന്ന എഡ്ജ് ആണ് ലാറ്ററൽ എഡ്ജ്. അപ്പൊ ഇതാണ് ലാറ്ററൽ എഡ്ജ്. ലെറ്റർ എന്താണ്? ഇ ആണ്. ഓക്കെ ആണല്ലോ, ഇ ആണ് ലാറ്ററൽ എഡ്ജ്. ലാറ്ററൽ എഡ്ജ് ഇതിനകത്ത് വരുമ്പോ ഇതിനകത്ത് നേരെയാക്കി വെച്ചിട്ടുള്ള പടല്ലേ ഇത്. ഇതിനകത്ത് ലാറ്ററൽ എഡ്ജ് എങ്ങനെ ആയിരിക്കും? ഇ. ഇതാണ് ഇ. ഓക്കെ, മനസ്സിലായിരിക്കും കേട്ടാ. ലാറ്ററൽ എഡ്ജ്, പാർശ്വവക്ക് എന്ന് പറയും മലയാളത്തില്. ഇ ആണ് ലെറ്റർ, പാർശ്വവക്ക് ഇ. ഓക്കെ, അടുത്ത സ്ലാന്റ് ഹൈറ്റ്, ചെരിവുയരം. സ്ലാന്റ് ഹൈറ്റ് ഏതാണ്? മൂളിന്ന് അടിഭാഗത്ത ബേസ് എഡ്ജിന് നടുക്കിക്കുള്ള ഇതിനെയാണ് സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയാ. ലെറ്റർ എൽ ആണ്. ഓക്കെ, എൽ ആണ് ലെറ്റർ, ഓർമ്മ ഉണ്ടാവണം. ബേസ് എഡ്ജ് എ, ലാറ്ററൽ എഡ്ജ് ഇ, സ്ലാന്റ് ഹൈറ്റ് എൽ. ഓക്കെ, ചെരിവുയരം എൽ. എൽ എങ്ങനെയാണ് ഇതിനകത്ത് അടയാളപ്പെടുത്തുക? ഈ ട്രയാങ്കിളിന്റെ നടുക്കെന്നുള്ള ഇതായിരിക്കും എൽ വരാം. ഓക്കെ ആണല്ലോ, കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്താൻ അറിയോട്ടെ. നേരെ വെച്ചിട്ടുള്ള ഫിഗർ, ഇതുപോലത്തെ ഫിഗർ ആണ് പ്രീവിയസ് ഇയറുകളിലൊക്കെ കുറെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എന്തായാലും കറക്റ്റ് ആയിട്ട് അറിയണം. അപ്പൊ എൽ ആണത്. ഞാൻ അടുത്ത പറയാ ഹൈറ്റ്, എച്ച് ആണ് ഹൈറ്റിന്റെ ലെറ്റർ. ഹൈറ്റ് എൽ കഴിഞ്ഞ് എച്ച്. എച്ച് എന്ന് വെച്ചാൽ മോളിന്ന് ഇതിന്റെ നടുക്കിക്കുള്ളത്. നമ്മളൊരു കൂമ്പാരൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂടാരൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ നേരെ നടുക്കുന്നുള്ളത് ഒരു കുത്തൊക്കെ കൊടുക്കൂലേ, ആ നടുക്കുന്നുള്ള ഹൈറ്റിനാണ് എച്ച് എന്ന് പറയാം. അതാണ് ഹൈറ്റ്, ഉയരം. ഓക്കെ, 4 ലെറ്റർ കറക്റ്റ് ആയിട്ട് അറിയാം. അടുത്ത പറയുന്നത് സ്ക്വയർ പിരമിഡിന്റെ ബേസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ്. പാദപരപ്പളവ് ബേസ് ഏരിയ എ സ്ക്വയർ ആണ്, മറക്കരുത്. എ സ്ക്വയർ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ പാർശ്വതല പരപ്പളവ്, പാർശ്വമുഖ പരപ്പളവ് എന്നും പറയൂട്ടോ അതിനാ. അപ്പൊ പാർശ്വതല പരപ്പളവ് എന്താണ്? 2al ആണ്. ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവണം. 2al ബേസ് ഏരിയ സ്ക്വയർ, ലാറ്ററൽ സർഫസ് ഏരിയ 2al. ഇനി ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ്. അപ്പൊ എന്താണ് ഈ ലാറ്ററൽ സർഫസ് ഏരിയ? ഈ മോൾ ഭാഗം, ഈ 4 ട്രയാങ്കിൾ കൂടി കൂട്ടിയിട്ടുള്ള ഭാഗത്തിനാണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയാ. ബേസ് ഏരിയ അടിഭാഗത്തിനാണ് ബേസ് ഏരിയ എന്ന് പറയാ. ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് എന്താണ് പറയാ? ഇതും ഇതും കൂടി കൂട്ടണം, അടിഭാഗവും മേൽഭാഗവും. അപ്പൊ എന്താണ് ഇക്വേഷൻ? എ സ്ക്വയർ പ്ലസ് 2al. ഓക്കെ, ഇക്വേഷൻ മറക്കരുത്. എ സ്ക്വയർ പ്ലസ് 2al. 3 ഇക്വേഷൻ ഉണ്ട്. ബേസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ. അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്, വോളിയം. വോളിയം എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഉള്ളിൽ ഞാനിപ്പോ വെള്ളം നിറയ്ക്കാണ്, അല്ലെങ്കിൽ അതിനകത്ത് കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇതിനകത്ത് മണ്ണ് നിറയ്ക്കാണ്, അല്ലെങ്കിൽ ഇതിന് ഉരുക്കി വേറെ സാധനം ഉണ്ടാക്കാണ്. ശ്രദ്ധിക്കുക, വെള്ളം നിറയ്ക്കണ്, മണ്ണ് നിറയ്ക്കണ്, ഉരുക്കി വേറെ ഉണ്ടാക്കണം. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ എന്താണ്? വോളിയം. അതായത് ഇതിന്റെ കപ്പാസിറ്റി, ഇതിന്റെ ഉള്ളിലെ കപ്പാസിറ്റി. ഓക്കെ, അതാണ് വോളിയം. വോളിയം കാണാനുള്ള ഇക്വേഷൻ 1/3a²h. ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവണം. 1/3a²h. ഓക്കെ, 1/3 ഇൻറ്റു a² ഇൻറ്റു h. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ, വ്യാപ്തോടാ. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ സ്ക്വയർ പിരമിഡിന്റെ അത്ര ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഒരു 3 ഇക്വേഷൻ കൂടി വരെയുണ്ട്. 3 അല്ല 2 പഠിച്ചാൽ മതി. ഇല എന്ന് പറഞ്ഞൊരു സാധനം. ഇല എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സ്ക്വയർ പിരമിഡിന്റെ അങ്ങോട്ട് നോക്കിയേ, ഈ മുകളിലെ ട്രയാങ്കിൾ മാത്രം എടുക്കുകയാണ്. ഈ അങ്ങനെ
തുറന്നു വെച്ചിട്ടുള്ള ഒരു സ്ക്വയർ പിരമിഡ്, അതിന്റെ മുകളിലെ ട്രയാങ്കിൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഇയും എല്ലും എയും കൂടി കണക്ട് ചെയ്യണ ഇക്വേഷൻ ആണ് എന്ത് പറയാൻ പറ്റും? ആ ഒരു ട്രയാങ്കിൾ മാത്രമാണ് ഞാൻ വരച്ചിട്ടുള്ളത് കേട്ടാ. ഇയും എല്ലും എ മൊത്തമില്ല, എയുടെ പകുതി. അപ്പൊ നമുക്ക് നോക്കി ഈ ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതാ, അല്ലെങ്കിൽ എന്തെഴുതാ? എൽ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതാ. നോക്കി ഇത് കിട്ടണമെങ്കിൽ ഇത് ഇപ്പുറം വന്നപ്പോ മൈനസ് ആയി. അല്ലെങ്കിൽ എ ബൈ ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു എഴുതാ? ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും കണ്ടുപിടിക്കാനൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഏരിയ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എല്ല് വേണം, അങ്ങനെയൊക്കെ വേണ്ടേ? ഏതെങ്കിലും തന്നിട്ടുണ്ടാവില്ല, കണ്ടുപിടിക്കേണ്ടി വന്നാലാണ് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇക്വേഷൻ പഠിക്കാനായിട്ട് എളുപ്പവഴിയാണ് എഴുതിയിട്ടുള്ളത്. ഇല എന്ന് പഠിച്ചാൽ മതി. നിങ്ങൾ ഇല ബൈ ടു എന്ന് പഠിക്കാം. ഓക്കെ, ഇല എന്നല്ല ഇല ബൈ ടു എന്ന് പഠിക്കാം, അതാണ് നല്ലത്. ഓക്കെ ആണല്ലോ? പി സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു സ്ക്വയർ. ഓക്കെ ആണല്ലോ? കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇല ബൈ ടു എന്ന് പഠിക്കാം. ഓക്കെ, അടുത്തത് പറയണേ ഈ ട്രയാങ്കിൾ ആണ് ഈ കാര്യം കേട്ടാ. അടുത്തത് എല്ലും എയും എച്ചും കണക്ട് ഇക്വേഷൻ. എല്ലും എയും എച്ചും അടിയിലുള്ള ഇങ്ങനെ വരയ്ക്കണ ചെരിഞ്ഞിട്ടുള്ള വരണ എൽ എന്ന് പറയാം. നേരെയുള്ള ഹൈറ്റ് ആണ് എച്ച്, അടിയിലുള്ളത് എയുടെ പകുതി. അപ്പൊ ഇത് മൂന്നും കൂടി കണക്ട് ഇക്വേഷൻ ആണ്. ലാ എന്ന് പഠിച്ചാൽ മതി. ലാ എന്നുള്ളതിൽ എക്ക് പകുതി ആക്കണം. എൽ എ ബൈ ടു എച്ച് ലാ ലാ. ഓക്കെ, പറയുമ്പോ എങ്ങനെ ലാ എന്ന് പഠിക്കാം. അപ്പൊ ഫുൾ ഫോം എങ്ങനെയാണ്? എൽ സ്ക്വയർ ഈക്വൽ ടു എ ബൈ ടു സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. കണ്ട ലാ എന്നുള്ളതിന്റെ ഫുൾ ഫോം സിമ്പിൾ ആയിട്ട് എഴുതാലാ. എന്താണ് അങ്ങനെ എഴുതാ? എച്ച് സ്ക്വയർ ഈക്വൽ ടു എഴുതാ? എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു സ്ക്വയർ എന്ന് എഴുതാ. കണ്ടാ ഫസ്റ്റത്തെ കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യണം, സ്ക്വയറുകൾ പ്ലസ് ചെയ്യണം. ഫസ്റ്റത്തെ സ്ക്വയർ ഇട്ടാ ഇത് ചെയ്യുമ്പോഴോ മൈനസ് ചെയ്യണം. ഓക്കെ, ഓർമ്മയുണ്ടാവണം. അത് എടുത്തുകയാണെങ്കിൽ എ ബൈ ടു സ്ക്വയർ എഴുതാല. എ ബൈ ടു സ്ക്വയർ ഈക്വൽ ടു എന്തെഴുതാ? എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്ന് എഴുതും. ഓക്കെ, ഇതിൽ ഏതെങ്കിലും കണ്ടുപിടിക്കേണ്ടതാണ് ഇത് ഇക്വേഷൻ. അപ്പൊ രണ്ട് ഇക്വേഷൻ പഠിച്ചു. ഇല ബൈ ടു ലാ എന്നെഴുതിയിട്ടുള്ളതിന്റെ ബൈ ടു. ഓക്കെ, ഇലയും ലായും രണ്ടെണ്ണം പഠിക്കാം. ഒരെണ്ണം കൂടി ഉണ്ട്, ഇഡ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. അത് ഞാനിപ്പോ ഇവിടെ പറയണില്ല. ഇഡ് ഇതിന്റെ സിറ്റുവേഷൻ വരുമ്പോ ഇ സ്ക്വയർ ഈക്വൽ ടു ഡി ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇത് സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇയും ഡിയും എച്ചും ട്ടാ. ഡി എന്ന് പറഞ്ഞാൽ ഡയഗണൽ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ്, ഡി ഡയഗണൽ ഓഫ് ദി ബേസ്. ഓക്കെ, അടിഭാഗത്തിന്റെ വികരണം. ഓക്കെ ആണല്ലോ? അത്രേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് സ്ക്വയർ പിരമിഡ് കഴിഞ്ഞിട്ടുണ്ട്. സ്ക്വയർ പിരമിഡിൽ ഇത്ര ഇക്വേഷൻ ഉള്ളൂ. ഇത്ര ഇക്വേഷൻ ഒന്ന് റിവൈൻഡ് ചെയ്ത് പെട്ടെന്ന് പഠിച്ചെടുക്കുക. സിമ്പിൾ ആണ്. ഇക്വേഷൻ പഠിക്കാതെ പോയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. പരീക്ഷയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴേ ഞാൻ പറയണേ. അടുത്ത കാര്യം പറയണത് സ്ക്വയർ പിരമിഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്താണ് കോൺ. ഓക്കെ ആണല്ലോ? കോൺ എന്ന് വെച്ചാൽ മലയാളത്തിൽ വൃത്തസ്തൂപിക കേട്ടോ. വൃത്തസ്തൂപിക. ഫസ്റ്റ് കാര്യമാണ് ഒരു സെക്ടർ. സെക്ടർ കേട്ടിട്ടുണ്ടല്ലോ? സെക്ടർ ഈസ് റോൾഡ് അപ്പ് ടു മേക്ക് എ കോൺ. അതായത് സെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സർക്കിളിന്റെ ഒരു പീസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വിചാരിക്കുക. ഒരു സർക്കിൾ ഉണ്ട്, അതിനകത്ത് ഒരു പീസ് കട്ട് ചെയ്തെടുത്ത്, നമ്മുടെ പിസ്സയൊക്കെ പോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അല്ലെ? പിസ്സയിൽ നമുക്ക് കുറെ പീസുകളില്ലേ? 6 or 8 പീസ് ഉണ്ട്. അതിനകത്ത് ഒരു പീസ് കട്ട് ചെയ്തെടുക്കൂലേ? അതുപോലെ കട്ട് ചെയ്തെടുത്ത ഭാഗത്തിനെ പറയുന്ന പേരാണ് സെക്ടർ. കിട്ടിയല്ല? സെക്ടറിനെ മടക്കിയാണ് കോൺ ഉണ്ടാക്കാം. ഓക്കെ, ഫസ്റ്റ് കാര്യം സെക്ടർ ഈസ് റോൾഡ് അപ്പ് ടു മേക്ക് എ കോൺ. വൃത്താംശം മടക്കി. മലയാളത്തിൽ എന്ത് പറയും? സെക്ടറിനെ വൃത്താംശം എന്ന് പറയും കേട്ടോ. വൃത്താംശം ഓർമ്മ ഉണ്ടാവണം. ഇതിന്റെ പേരാണ് വൃത്തസ്തൂപിക. വൃത്തസ്തൂപിക. ഓക്കെ, വൃത്താംശം മടക്കിയാണ് വൃത്തസ്തൂപിക ഉണ്ടാക്കുക. അപ്പോ ഫസ്റ്റ് കാര്യം എന്താണ്? വൃത്താംശം മടക്കിയാണ് വൃത്തസ്തൂപിക ഉണ്ടാക്കുക. ഇനി ഫസ്റ്റ് കാര്യങ്ങൾ കുറച്ച് ലെറ്ററുകൾ പഠിക്കാനുണ്ട്. വൃത്താംശം അതായത് സെക്ടറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ ആർ അതായത് സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ് സെക്ടറിന്റെ റേഡിയസ് ആയിട്ട് വരാ. അത് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്. ഓക്കെ, സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എക്സ് ആണ്. സെക്ടറിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണ്, കേന്ദ്രകോൺ. ഓക്കെ, വൃത്താംശത്തിന്റെ ആരം ക്യാപിറ്റൽ ലെറ്റർ ആർ, വൃത്താംശത്തിന്റെ കേന്ദ്രകോൺ എക്സ്. ഓക്കെ, അടുത്ത പറയാ വൃത്തസ്തൂപികയുടെ ആരം റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണ്. ലെറ്റർ തെറ്റരുത്, ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ആർ. ഓക്കെ, കോണിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണ്. കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് അതായത് കോൺ ഇങ്ങനെയാണ് ഇരിക്കുക. നമ്മുടെ കോൺടോപ്പ് ഒക്കെ ഇരിക്കണല്ലേ? കോൺടോപ്പ് ഇരിക്കുന്നുണ്ട്. ആ കോൺടോപ്പിന്റെ ഷേപ്പാണ്. അതിന്റെ ചെരിഞ്ഞിട്ടുള്ള ഉയരത്തിലാണ് സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയാം. ചെരിവ് ഉയരം എല്ലാണ് സ്ലാന്റ് ഹൈറ്റ്. ലെറ്റർ ഓർമ്മ ഉണ്ടാവണം. എല് സ്ലാന്റ് ഹൈറ്റ് കേട്ടാ. സ്ലാന്റ് ഹൈറ്റ്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ എച്ച് ഹൈറ്റ് കേട്ടാ. എച്ച് ഹൈറ്റ്. ഓക്കെ, ഇത്രയും കാര്യം അറിയണം. ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ, എല്, എച്ച്, എക്സ്. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് കാര്യം സെക്ടർ മടക്കി കോൺ ആക്കുമ്പോ ഫസ്റ്റ് കാര്യമാണ് റേഡിയസ് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദി കോൺ. ഓക്കെ, ആർ ഈക്വൽ ടു എൽ. ഓർമ്മ ഉണ്ടാവണം. സെക്ടർ എന്ന് പറഞ്ഞാൽ നേരെയുള്ള സാധനമാണ്. അതിന് മടക്കുമ്പോ എന്താവും? ആ റേഡിയസ് എന്താവും? സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് മാറും. ഞാനത് ക്ലാസ്സിൽ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ അതിന്റെ കട്ട് ചെയ്തെടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ എന്ത് ചെയ്യാ? റേഡിയസ് ഓഫ് ദി സെക്ടർ എന്താവും? സ്ലാന്റ് ഹൈറ്റ് ഓഫ് കോൺ ആവും. ആർ ഈക്വൽ ടു എൽ ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ആർ ബൈ ആർ ഈക്വൽ ടു എക്സ് ബൈ 360. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ക്യാപിറ്റൽ ലെറ്റർ ആർ അല്ല, സ്മോൾ ലെറ്റർ ആർ ആണ് മോളില്. കോണിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കോണിന്റെ റേഡിയസ് ബൈ സെക്ടറിന്റെ റേഡിയസ് ഈക്വൽ ടു എക്സ് ബൈ 360.
അല്ലെങ്കിൽ ഇക്വേഷൻ തന്നെ എങ്ങനെ എഴുതാം? ആർ ബൈ ക്യാപിറ്റൽ ലെറ്റർ ആറിന് പകരം എൽ ഈക്വൽ ടു എക്സ് ബൈ 360 എന്നും കൂടി എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എഴുതാം. ക്യാപിറ്റൽ ലെറ്റർ ആറിന് പകരം എൽ എഴുതിയാലും ശരിയാവൂലേ? ആർ ബൈ എൽ ഈക്വൽ ടു എക്സ് ബൈ 360 എന്ന് എഴുതാം. ഓക്കെ, മൂന്നാമത്തെ ഇക്വേഷൻ വരുന്നത് ഈ ഒരു ട്രയാംഗിളിൽ നിന്നാണ്, എല്ലും എച്ചും ആറുള്ള ട്രയാംഗിളിൽ നിന്നാണ്. എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. മൂന്ന് ഇക്വേഷൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ? എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ കിട്ടിയാലോ? അപ്പൊ ക്ലിയർ ആയി വിചാരിക്കുന്നു. കോണിന്റെ ഏറ്റവും ബേസ് മൂന്ന് ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? കോണിന്റെ ബേസ് ഏരിയ. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ അടിഭാഗം. അടിഭാഗം കണ്ട, അടിഭാഗത്ത് സർക്കിൾ അല്ലെ ഷേപ്പ് വരാ, സർക്കുലർ ഷേപ്പ് ആണ് വരാ. വൃത്തസ്തൂപികയുടെ അടിഭാഗം വൃത്തത്തിന്റെ ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് വൃത്തസ്തൂപിക എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസ് ഏരിയ സർക്കിളിന്റെ ഏരിയ ആണ് ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്. ഇക്വേഷൻ ഓർമ്മയുണ്ടാവണം, പൈ ആർ സ്ക്വയർ. ഓക്കെ, അടുത്ത കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ഈ മുകളിലുള്ള ഭാഗം, മുകളിലുള്ള ഭാഗത്തിനാണ് കർവായിട്ടല്ലേ ഇരിക്കുന്നത്, വക്രതലം വക്രായിട്ടാണ് ഇരിക്കുന്നത്, ഇങ്ങനെ വളഞ്ഞ പോലെയാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ പേരാണ് കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ ആണ് ഇക്വേഷൻ ആണ് പൈ ആർ എൽ. ഇക്വേഷൻ ഓർമ്മയുണ്ടാവണം, പൈ ആർ എൽ. ഓക്കെ, അപ്പൊ രണ്ടെണ്ണമായി. ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ, കർവ്ഡ് സർഫസ് ഏരിയ പൈ ആർ എൽ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ മുകൾ ഭാഗവും അടിഭാഗവും, ഇതിന്റെ ടോപ്പും അടിഭാഗവും കൂടി കൂട്ടിയാലേ അല്ലെ? അപ്പൊ എന്താണ്? പൈ ആർ എൽ പ്ലസ് പൈ ആർ സ്ക്വയർ. രണ്ട് ഇക്വേഷൻ കൂടി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവും? ടോട്ടൽ സർഫസ് ഏരിയവും പൈ ആർ എൽ പ്ലസ് പൈ ആർ സ്ക്വയർ കിട്ടിയല്ല? അതായത് ഉപരിതല പരപ്പളവ് എന്താണ്? മുകൾ ഭാഗവും അടിഭാഗവും കൂടി കൂട്ടണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടോ. പൈ ആർ എൽ പ്ലസ് പൈ ആർ സ്ക്വയർ. അടുത്തത് പറയാ ഇതിന്റെ വ്യാപ്തം. വ്യാപ്തമാണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. വോളിയം, ഇതിനുള്ളിൽ വെള്ളം നിറയ്ക്കണം അല്ലെങ്കിൽ ഇതിനുരുക്കി വേറെ ഉണ്ടാക്കണം. ചോദ്യം വന്നാൽ എന്താണ്? വോളിയം കണ്ടുപിടിക്കേണ്ടത്. വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടാ. അപ്പോ ഇത്ര ഇക്വേഷൻ ആണ് സ്ക്വയർ പിരമിഡ് അല്ല എന്താ നമ്മൾ പറഞ്ഞത്, കോണി പഠിക്കാനുള്ളത്, വൃത്തസ്തൂപിക കേട്ടാ. അടുത്ത മൂന്നാമത്തെ ഷേപ്പ് ആണ് സ്ഫിയർ. ഓക്കെ ആണല്ലോ? സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഗോളം. അതായത് നമ്മുടെ ഭൂമിയിലൊക്കെ ഷേപ്പ് പോലെ. ഇതൊരു 3 ഡയമെൻഷൻ ഫിഗർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് വിചാരിക്കണേ. പിന്നെ റേഡിയസ് പറഞ്ഞത് ഏറ്റവും ഉള്ളിന്ന്, ഇതിന്റെ ഏറ്റവും ഉള്ളിന്ന് പുറത്തേക്ക് കളയാനാണ് റേഡിയസ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന്റെ ആദ്യം തന്നെ പുറത്ത് പെയിന്റ് അടിക്കണം അല്ലെങ്കിൽ കടലാസ് ഒട്ടിക്കണം. അതാണ് ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ്. എന്താണ് ഇക്വേഷൻ? 4 പൈ ആർ സ്ക്വയർ ആണ്. ഇക്വേഷൻ മറക്കരുത്, 4 പൈ ആർ സ്ക്വയർ ആണ് എന്ത്? സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. അടുത്ത കാര്യം പറയുന്നത് സ്ഫിയറിന്റെ അകത്ത് വെള്ളം നിറയ്ക്കണം അല്ലെങ്കിൽ സ്ഫിയറിന് ഉരുക്കി വേറെ ഉണ്ടാക്കണം. ചോദ്യം വന്നാൽ വോളിയം കാണാനുള്ള ഇക്വേഷൻ ആണ് 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, ഇക്വേഷൻ എന്താണെന്ന് ഓർമ്മ ഉണ്ടാവണം, 4/3 പൈ ആർ ക്യൂബ് എന്നാണ് എന്ത്? വോളിയം ഓഫ് സ്ഫിയർ. ഓക്കെ ആണല്ലോ? രണ്ട് ഇക്വേഷനേ ഉള്ളൂ സ്ഫിയറിൽ, 4 പൈ ആർ സ്ക്വയറും 4/3 പൈ ആർ ക്യൂബും. ഓക്കെ, ഓർമ്മ ഉണ്ടാവണം കേട്ടോ. അടുത്ത സെമി സ്ഫിയർ. സെമി സ്ഫിയർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഫിയറിനെ കട്ട് ചെയ്ത് പകുതിയാക്കി വെച്ചേക്കാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് ആണ് സെമി സ്ഫിയർ എന്ന് പറയാം. ഓക്കെ ആണല്ലോ? സെമി സ്ഫിയറിന്റെ അടിഭാഗത്തിനെ പറയണത്, അടിഭാഗം നമ്മൾ ഇങ്ങനെ ഒരു കുമ്പട്ടിങ്ങൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഷേപ്പില്ലേ, അതാണ് സെമി സ്ഫിയറിന്റെ ആലോചിക്കുക കേട്ടോ. അപ്പൊ അടിഭാഗം എന്ത് ഷേപ്പിലായിരിക്കും? സർക്കുലർ ഷേപ്പിലായിരിക്കും. സെമി സ്ഫിയറിന്റെ അടിഭാഗം ഇങ്ങനെ സർക്കുലർ ഷേപ്പിലായിരിക്കുള്ളൂ അല്ലെ? ഇങ്ങനെ ആയിരിക്കുള്ളൂ. അപ്പൊ അടിഭാഗത്തിന്റെ ബേസ് ഏരിയ ആണ് ലൊക്കേഷൻ, പാദപരപ്പളവ് പൈ ആർ സ്ക്വയർ. ഓക്കെ, പൈ ആർ സ്ക്വയർ സർക്കുലർ ഷേപ്പ് ആണല്ലോ, സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണല്ലോ, ഓർത്താ കിട്ടും. പിന്നെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ഈ മുകളിലുള്ളത്, ഞാൻ ഇപ്പൊ ഈ കാണിക്കുന്ന ഈ ഭാഗത്തിനാണ് കർവ്ഡ് സർഫസ് പറയാ. കർവ്ഡ് സർഫസ് ഏരിയ ആണ് ഇക്വേഷൻ ആണ് എന്താണ്? 2 പൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ, കർവ്ഡ് സർഫസ് ഏരിയ 2 പൈ ആർ സ്ക്വയർ. ഓക്കെ, കിട്ടിയല്ല? 2 ചേർത്ത്. ഇനി പറയണേ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് മുകളിലെയും അടിഭാഗത്തെയും എല്ലാം കൂടിയും കൂട്ടിയിട്ടുള്ളതിനാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയാ. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 3 പൈ ആർ സ്ക്വയർ. അപ്പൊ ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? 4 പൈ ആർ സ്ക്വയർ. സെമി സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? 3 പൈ ആർ സ്ക്വയർ. മറക്കരുത്, രണ്ടും കമ്പൈൻ ചെയ്ത് പഠിക്കുക, മാറിയുമ്പോ വരുത്. ടോട്ടൽ സർഫസ് ഏരിയ 3 പൈ ആർ സ്ക്വയർ ആണ്. സ്ഫിയറിന്റെ പകുതി അല്ല ഇവിടെ വരുന്നത്, ആണോ? 4 പൈ ആർ സ്ക്വയറിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത് അല്ല. കാരണം എന്താണ്? ഒരു സൈഡ് നമുക്ക് കൂടെയാണ്, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു വശം കൂടെയാണ് കേട്ടാ. അതുകൊണ്ട് എന്താണ്? 3 പൈ ആർ സ്ക്വയർ ആണ്. വോളിയം എന്താണ്? സ്ഫിയറിന്റെ വോളിയത്തിന്റെ പകുതി. അവിടെ 4/3 പൈ ആർ ക്യൂബ് ആയിരുന്നു, ഇവിടെ എന്താണ്? 2/3 പൈ ആർ ക്യൂബ്. ഓക്കെ, 2/3 പൈ ആർ ക്യൂബ് ആണ് എന്ത്? വോളിയം ഓഫ് സെമി സ്ഫിയർ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയാണ് ഉള്ളത്. എന്ത്? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാ ഇക്വേഷൻസും ഞാനിപ്പോ ഒരു 15-20 മിനിറ്റിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഇക്വേഷൻ നിങ്ങൾ പഠിച്ചെടുക്കണം, കാണാതെ പഠിക്കണം. അല്ലാതെ നമുക്ക് അവിടെ പോയിട്ട് വേറെ ഒരു വഴി ഉണ്ടാവില്ല, ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇക്വേഷൻ കിട്ടിയില്ലെങ്കിൽ കേട്ടാ. ഇക്വേഷൻ പഠിക്കുക, ബാക്കി ചോദ്യങ്ങൾ നോക്കാം. ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. ഇക്വേഷൻ അറിയാൻ കുട്ടിക്കാണെങ്കിൽ എളുപ്പമായിട്ട് ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? പിന്നെ അതുള്ള ചോദ്യങ്ങളൊന്നും മിസ് ചെയ്യരുത്. നമുക്ക് ബാക്കിയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് വിത്ത് ബേസ് ഏരിയ 196 സ്ക്വയർ സെന്റിമീറ്റർ 700 സ്ക്വയർ സെന്റിമീറ്റർ. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു സ്ക്വയർ പിരമിഡ് ആണ്. സ്ക്വയർ പിരമിഡിന്റെ ചോദ്യമുള്ള അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണ് ഇതിനകത്ത്? 196 ആണോ 700 ആണോ?
ശരിക്കും വായിക്കണം, ശരിക്കും വായിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് വിത്ത് ബേസ് ഏരിയ, അതായത് ബേസ് ഏരിയ 196. ഓക്കെ ആണല്ലോ. ബേസ് ഏരിയ കേട്ടാ, ബേസ് ഏരിയ എത്രയാണ്? 196. പാദപരപ്പളവ് 196. അതിന് സമയത്ത് ഇവിടെ പാർശ്വതല പരപ്പളവ്, അതായത് കണ്ട ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണ്? 700. ലാറ്ററൽ സർഫസ് ഏരിയ ഇവിടെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തരം കിടക്കണം ഇവിടെയാണ് കേട്ടാ. ഈ സാധനം ഇതാണ്, 700 മലയാളത്തിൽ. പക്ഷെ നേരിട്ടുണ്ട് പാർശ്വമുഖ പരപ്പളവ് അല്ലെങ്കിൽ പാർശ്വതല പരപ്പളവ് 700 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോ ബേസ് ഏരിയ 196, ലാറ്ററൽ സർഫസ് ഏരിയ കേട്ടോ, ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണ്? 700. തെറ്റരുത്, ലാറ്ററൽ സർഫസ് ഏരിയ 700. ഓക്കെ ആണല്ലോ. രണ്ട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത് ചോദ്യം? ബേസ് എഡ്ജിന്റെ ലെറ്റർ കണ്ടുപിടിക്കണം. ബേസ് എഡ്ജ് പാദവക്ക് എത്രയാണ്? പാദവക്കിന്റെ നീളം. അപ്പൊ എന്താ കിട്ടാ? ബേസ് ഏരിയ 196. അപ്പൊ ബേസ് ഏരിയ ആണല്ലോ ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ ആണ്. ബേസ് ഏരിയ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 196 അല്ലേ? അതായത് എ സ്ക്വയർ ആണ്. ക്വസ്റ്റ്യൻ ആൻസർ ആണ് ചെയ്യണത്. എ സ്ക്വയർ ആണ് 196 അല്ലേ? ബേസ് ഏരിയ പാദപരപ്പളവ്. അപ്പൊ എ സ്ക്വയർ 196 എത്രയായിരിക്കും? ബേസ് ഏരിയ ആണ് എ സ്ക്വയർ ആണ്. എ സ്ക്വയർ ഈക്വൽ ടു 196 ചെയ്ത് എ എത്രയായിരിക്കും? സ്ക്വയർ അങ്ങോട്ട് പോയപ്പോ റൂട്ടായി. റൂട്ട് 196 എത്രയാണെന്ന് അറിയോ? കാണാതെ പഠിക്കണം കേട്ടോ. കുറച്ച് സ്ക്വയറുകൾ എന്തായാലും പഠിക്കണം, അല്ലെങ്കിൽ ടൈം നമ്മുടെ പോവും. ഓക്കെ, 14 എടാ, 14 അതായത് ബേസ് എഡ്ജ് കിട്ടി. പാദവക്ക് എത്രയാണ്? 14 കിട്ടി. പാദവക്ക് 14. ഓക്കെ ആണല്ലോ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്ലാന്റ് ഹൈറ്റ്, ചെരിവ് ഉയരം. എല്ല് കണ്ടുപിടിക്കണം. എല്ല് കണ്ടുപിടിക്കാനായിട്ട് വല്ല ഇക്വേഷൻ വരണുണ്ടോ? നോക്കിയാൽ അതിനാണ് ഈ ലാറ്ററൽ സർഫസ് ഏരിയ നോക്കണത്. ലാറ്ററൽ സർഫസ് ഏരിയ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2al അല്ലേ? ലാറ്ററൽ സർഫസ് ഏരിയ. ബി ക്വസ്റ്റ്യൻ ആണ് ചെയ്യണത്. ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ ആണ് 700 നോക്കണത്. ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്ക് 2al ആണ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് നോക്കാം. 2al അതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. അതാണ് 700 നോക്കണത്. പിന്നെ ആലോചിച്ച് നോക്കി എന്തൊക്കെ ഉണ്ട് നമുക്ക്. 2 ഇൻറ്റു എത്രയാണെന്ന് അറിയാം? എത്രയാണ്? കിട്ടിയിട്ടുണ്ടല്ലേ? 14 ഇൻറ്റു l ഈക്വൽ ടു 700. കണ്ടാ മനസ്സിലായ? എ സ്ക്വയർ പ്ലസ് 2al ആണ് ടോട്ടൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ ഇക്വേഷൻ 2al ആണ്. 2al ഈക്വൽ ടു 700 കൊടുത്ത് അതിൽ 2 ഇൻറ്റു എൽ ഇൻറ്റു 2 ഇൻറ്റു എ ഇൻറ്റു എൽ എല്ലാം അറിയണം. ഒക്കെ കൊടുത്ത് എല്ല് മാത്രം കിട്ടാൻ എന്ത് ചെയ്യണം? എല്ലാം അവിടെ നിൽക്കട്ടെ. ബാക്കിയൊക്കെ അപ്പുറം പോയപ്പോ 700 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 14. ഓക്കെ ആണോ? കിട്ടിയാ നോക്കി. 700 ബൈ 2 ഇൻറ്റു 14 എത്ര കിട്ടി? എത്രയാണ് കിട്ടാ? ഡിവൈഡ് ചെയ്ത് നോക്കാം. 14 ഇതിനകത്ത് 700 എത്ര പ്രാവശ്യം പോവും? 350 ആവും. പകുതി ആവും കേട്ടാ. അല്ല, 2 700 350 ആയി. ഇനി 350 ബൈ 350 ഹരിക്കണം 14 ചെയ്ത് നോക്കാം. എത്രയാണ്? എത്ര പ്രാവശ്യം പോകും? 2 തവണ പോയി. 28 ആണ് വരാ അല്ലെ? 2 തവണ എന്ന് വെച്ചാൽ 2 ഇൻറ്റു 14 28. ബാക്കി കുറച്ച് എഴുതാ. 8 15 ആവാൻ എത്ര വേണം? 7 വേണം. 70. 70 എത്ര തവണ പോവും? 70 5 തവണ പോവും. 5 തവണ 70 എടാ. ഓക്കെ, 0. അപ്പൊ ഉത്തരം കിട്ടി 25 കിട്ടി. സ്ലാന്റ് ഹൈറ്റ്, ചെരിവ് എത്ര കിട്ടി? 25. ചില സ്റ്റെപ്പ് നോക്കാം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇതിനകത്ത് കയറി വരാം. ശരിക്കും അറിയണം. ഇക്വേഷൻ കറക്റ്റ് അറിഞ്ഞാൽ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ വെച്ച് എല്ല് കിട്ടി. ഞാൻ അടുത്ത എന്താണ്? ഹൈറ്റ് എച്ച് കിട്ടണം. എച്ച് വേണം. അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ട്? എ ഉണ്ട് 14, എൽ ഉണ്ട് 25. അപ്പൊ എന്താണ് വേണ്ട? അടുത്ത് എച്ച് വേണം. അപ്പൊ ആലോചിച്ച് നോക്കിയേ, എയും എല്ലും എച്ചും കണക്ട് ചെയ്യണം. ഇക്വേഷൻ ഓർമ്മയുണ്ടാ? 2 ഇക്വേഷൻ മേടിച്ചുള്ളൂ. ഈ ലൈൻ മേടിച്ച് ലായും പഠിച്ച് അതിൽ ലാ അപ്ലൈ ചെയ്യാ. ലാ എന്നുള്ള ഇക്വേഷൻ നോക്കിയേ. ലാ ഓക്കെ, എൽ എച്ച് എൽ എ ബൈ 2 എച്ച് ആണ് ഇക്വേഷൻ അല്ലെ? ലാ എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? എൽ സ്ക്വയർ ഈക്വൽ ടു എ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ് ലാ എന്നുള്ളതിന്റെ ഫുൾ ഫോം. അതിന് എച്ച് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? എൽ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ ആണ് അല്ലെ? എച്ച് സ്ക്വയർ ഇട്ടണമെങ്കിൽ ഇത് അങ്ങോട്ട് പോയപ്പോ മൈനസ് ആയി. അപ്പൊ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് വരും? എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 സ്ക്വയർ മൈനസ് എ ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പൊ എത്ര വരും? 25ന്റെ സ്ക്വയർ എത്രയാണെന്ന് അറിയോ? 625 ആണ്. മൈനസ് 14 ബൈ 2 എത്രയാണെന്ന് അറിയോ? 7. 7ന്റെ സ്ക്വയർ എത്രയാണെന്ന് അറിയോ? 49 ആണ്. തെറ്റെടുത്തിട്ടാ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ എച്ച് സ്ക്വയർ ഈക്വൽ എത്രയാണ്? കുറയ്ക്കുക. 625 മൈനസ് 49. ഓക്കെ, അപ്പൊ എത്രയാണ് കിട്ടാ? കുറയ്ക്കുമ്പോ 9 15 ആവണം. 9 15 ആവാൻ 6. ഒന്നവിടേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇവിടെ 15 ആയി. ഇവിടെ എത്രയാണ്? 2 4 11 ആവണം. 4 11 ആവാൻ എത്രയാണ്? 7 അല്ലെ? 4 11 ആവാൻ 7. പിന്നെ ഇവിടെ 5 ഉണ്ട്. 576 ആണ് കിട്ടിയത്. 576 ട്ടാ. 576 എത്രയാണ്? 576 എച്ച് സ്ക്വയർ ഈക്വൽ 576. അപ്പൊ എച്ച് ഈക്വൽ എത്രയാണ്? റൂട്ട് 576. റൂട്ട് 576 എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ ജസ്റ്റ് നോക്കാം. എത്രയാണ്? 6 അവസാനം വരണം. 6 അവസാനം വരെ ഏതാണ്?
ഒരു എത്രയാണ് വരാ 24ഒക്കെയാണ് വരാ. കറക്റ്റ് ഉത്തരം അറിയണം. 576 റൂട്ടാണ് 24 കേട്ടാ. 24 ഉത്തരം കിട്ടിയത്. ഓക്കെ, അതായത് എച്ച് കിട്ടി. ഹൈറ്റ് എത്രയാണ് 24. മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ABC ആൻസർ കേട്ടാ. അതായത് മൊത്തം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് 3 ചെയ്താൽ 4 മാർക്ക്, ഫുള്ള് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ചെയ്ത സ്റ്റെപ്പുകൾ നോക്കി പഠിച്ച ശേഷം മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ചോദിച്ചിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് അപ്ലൈ ചെയ്തു. ഓക്കെ, അടുത്ത ബി ക്വസ്റ്റ്യൻ അല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫുള്ള് വായിക്കണം. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. വായിച്ചു നോക്കി. ദ ഫിഗർ ഓഫ് എ സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ ഈസ് ഷോൺ ബിലോ. ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി പേപ്പർ ഷീറ്റ് ഈസ് 36. ഇങ്ങനെ ഒരു ഫിഗർ എന്നുണ്ട്. ഒരു പേപ്പർ ഷീറ്റ് ഇതായത് ഇതുപോലത്തെ ഒരു പേപ്പർ ഷീറ്റ് കേട്ടാ. ഇങ്ങനത്തെ ഒരു പേപ്പർ ഷീറ്റ് ആണ്. ഒരു സ്ക്വയർ ഷേപ്പ് ആണ് കേട്ടാ. സ്ക്വയർ ഷേപ്പ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു സൈഡ് എത്രയാണ് 36 ഈ സൈഡിന്റെ ലെങ്ത് എത്രയാണ് 36 ആണ് എടാ. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കണ്ടാ, സമയത്തിലുള്ള ഒരു കടലാസിന്റെ ചിത്രമാണ് ചൂടുള്ളത്. അതിന്റെ ഒരു വശത്തിന്റെ നീളം 36 സെന്റിമീറ്റർ ആണ്. പിന്നെ എ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എ ബി എത്രയാണ് 10 പറഞ്ഞിട്ടുണ്ട്. എ ബി 10 ആണ്. ഓക്കെ, കിട്ടിയല്ലേ. എ ബി is 10 സെന്റിമീറ്റർ. ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് കട്ട് ഔട്ട് ഫ്രം ആൻഡ് ഫോൾഡഡ് ഇൻ ടു മേക്ക് എ സ്ക്വയർ പിരമിഡ്. അകത്ത് ഈ ഷേപ്പ് കട്ട് ചെയ്തിട്ടില്ലേ, അതിനാണ് ഷെയ്ഡഡ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോ ഇതിനകത്ത് പടത്തിൽ ഷെയ്ഡ് അല്ല. അപ്പൊ എന്ത് ചെയ്തേക്കാണ്, ഈ ഒരു ഫിഗറിന്റെ അകത്ത് അതായത് ഇങ്ങനെ ഒരു പേപ്പർ ഷീറ്റ് കിട്ടി, അതിനകത്ത് ഇങ്ങനത്തെ ഒരു പടം കട്ട് ചെയ്തെടുത്തേക്കാണ്. ഓക്കെ, 36 സെന്റിമീറ്റർ ഉള്ള ഒരു പേപ്പർ ഷീറ്റ് കിട്ടി, അതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തേക്കാണ്, ഇങ്ങനത്തെ ഒരു പടം കട്ട് ചെയ്തെടുത്തേക്കാണ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടാ. പിന്നെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ബേസ് എഡ്ജ് ഓഫ് ദി പിരമിഡ്. ബേസ് എഡ്ജ് എത്രയാണ്, പിരമിഡിന്റെ അടിഭാഗത്തിന്റെ നീളം. അതായത് ഈ കണ്ട ഇവിടെ നോക്കി, പിരമിഡിന്റെ ഈ ഷേപ്പ് അല്ലേ ഇത്, പിരമിഡ് ഷേപ്പിന്റെ അടിഭാഗം. ബേസ് എഡ്ജ് എത്രയാണ് ഇവിടെ, ബേസ് എഡ്ജ് 10 ആണ് അല്ലെ. ഇവിടെ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബേസ് എഡ്ജ്. ബേസ് എഡ്ജ് നമുക്ക് അറിയാൻ മതി എടാ. ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഫിഗർ നോക്കിയിട്ട് ആ ബേസ് എഡ്ജ് അടയാളപ്പെടുത്താൻ അറിയണം. എ ആണിത് അല്ലെ, എ ആണ് ആ ലെറ്റർ. ഞാനും സ്ക്വയർ പിരമിഡിന്റെ പടത്തിലേക്ക് നമുക്കൊന്ന് പോണോ, പോയി നോക്കാം. സ്ക്വയർ പിരമിഡിന്റെ പടത്തിലേക്ക് നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എ ബേസ് എഡ്ജ്. ഇത് ഇ ആണ്. ഈ നടുക്കുള്ളത് എൽ ആണ്. ഇവിടെ നടുക്ക് എൽ ആയിരിക്കും, ഇവിടെ നടുക്ക് എൽ ആയിരിക്കും. ഓർമ്മയുണ്ടാവും കേട്ടാ. അപ്പൊ ഈ പടത്തിലേക്ക് തിരിച്ചു വരാ. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്, ബേസ് എഡ്ജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10 അല്ലേ ചോദ്യത്തിൽ ഓൾറെഡി ഉണ്ട്. എത്രയാണ് 10 സെന്റിമീറ്റർ. പാദവക്കിന്റെ നീളം എന്ത്, 10 സെന്റിമീറ്റർ. കിട്ടിയല്ല. അടുത്ത ബി ചോദ്യം, വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദി പിരമിഡ്. ഈ പിരമിഡിന്റെ ചെരിവ് ഉയരത്തിൽ സ്ലാന്റ് ഹൈറ്റ്. അതായത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയണം. ഒരു ലോജിക്കാണ് ഇത്. ഇപ്പൊ പഠിക്കുന്ന ലോജിക് അല്ല, സാധാരണ ഒരു കുട്ടിക്ക് നേരത്തെ ഉണ്ടാവേണ്ടതാണ്. അതായത് എന്താണ് ഇത്, ഇങ്ങോട്ട് നോക്കി, ഇത് മൊത്തം 36 അല്ലേ. ഈ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് ഈ അറ്റം വരെ 36. അപ്പൊ നടുക്ക് മൊത്തം 36 ആണ്. അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കി, നടുക്ക് മൊത്തം 36 ആണ്. ഇപ്പൊ ഞാൻ ഈ നീലോണ്ട് അടയാളപ്പെടുത്തിയുള്ള ഭാഗം മാത്രം 10 പോയില്ലേ, 10 പോയല്ല, മൊത്തം 36 10 പോയി. ഓക്കെ, നടുക്കത്തെ ഈ ഭാഗം 10 പോയി. അടുത്ത ബാക്കി ഇതും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും, 36 10 കുറച്ചാൽ എത്ര ഉണ്ടാവും, ബാക്കി 26 ഉണ്ടാവും. 26 അല്ലേ. അതായത് 26 ആണ്. ഇത് ഈ സൈഡും കൂടി കൂട്ടി 26. തുല്യമായിട്ട് കൊടുക്കണ്ടേ, രണ്ടും തുല്യമായിട്ടല്ലേ കട്ട് ചെയ്യാ. ഈക്വൽ ആയിട്ടുള്ള ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. രണ്ട് സൈഡിന്റെയും ഇതൊക്കെ സെയിം ആയിരിക്കും. എല്ലാ ട്രയാങ്കിളും ഒരുപോലെയാണ് ഇരിക്കുക. അപ്പൊ ഇതെന്താണ്, ഇത് എത്ര ഉണ്ടാവും അപ്പാ, 26ന്റെ പകുതി ഉണ്ടാവും. 26/2 എത്രയാണ്, 13 ആണ്. ഓക്കെ, അപ്പൊ ഈ നീളം 13 കിട്ടും, ഈ നീളം 13 കിട്ടും. എന്താണ് ആ നീളം, അതാണ് നമ്മുടെ സ്ലാന്റ് ഹൈറ്റ്, ചെരിവ് ഉയരം. ഓക്കെ, ഇത് 13 എഴുതിയ മനസ്സിലായി നോക്കി. മൊത്തം 36, 10 കുറച്ചപ്പ 26, 26നെ പകുതിയാക്കി രണ്ടിനും കൊടുത്തപ്പ 13 കിട്ടി. നമുക്ക് സ്ലാന്റ് ഹൈറ്റ് എത്രയാണ് വെച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദി പിരമിഡ്, L = 13. കിട്ടിയല്ല, L 13 കിട്ടി. എടാ, ബേസ് എഡ്ജ് 10, സ്ലാന്റ് ഹൈറ്റ് 13. ഓക്കെ ആണല്ലോ. അടുത്ത പറയാ, ഫൈൻഡ് ദി ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദി പിരമിഡ്. ലാറ്ററൽ സർഫസ് ഏരിയ LSA, അതായത് പാർശ്വതല പരപ്പളവ് അല്ലെങ്കിൽ പാർശ്വമുഖ പരപ്പളവ്. വേണ്ട, പാർശ്വമുഖ എന്ന് എഴുതിയിട്ടുള്ള പാർശ്വമുഖ പരപ്പളവാണ്. ആപ്ലിക്കേഷൻ എന്താണ്, 2AL ആണ് അല്ലെ. A² + 2AL ആണ്. 2AL എന്നുള്ള 2A² + 2AL അല്ല, ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ആപ്ലിക്കേഷൻ ആണ് പാർശ്വതല പരപ്പളവ് എന്നാണ് 2AL. ഇക്വേഷൻ ഓർമ്മയാണ്. 2 × A എത്ര കിട്ടിയത്, 10 × L എത്ര കിട്ടിയത്, 13. അപ്പൊ കൊടുക്ക, 2 × 13 26, 26 × 10 260 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്, ലാറ്ററൽ സർഫസ് ഏരിയ. ഓക്കെ ആണോ. ലാറ്ററൽ സർഫസ് ഏരിയ എത്ര കിട്ടി, 260 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, പടം നോക്കാം. പ്രീവിയസ് ഇയർ ചോദിച്ച പടമാണ്. ഫിഗർ എന്നിട്ട് ചോദിക്കും. അപ്പൊ നടുക്ക് കൂടെ ഈ വരയ്ക്കണ വരെയാണ് L. ഇവിടെ നിങ്ങനെ ട്രയാങ്കിളിന്റെ തേർഡിന്റെ വരെയാണ് E. ഓക്കെ, ഓർമ്മ ഉണ്ടാവണം കേട്ടാ, കിട്ടിയെന്നായിരിക്കണം. ഓക്കെ, അടുത്ത പറയാ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് എന്താണ് അടുത്ത ചോദ്യം, വായിച്ചു നോക്കാം. എന്താണ്, ദ ബേസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് 144. ചെയ്താണുള്ള ഒരു മോഡൽ ഇത്. ബേസ് ഏരിയ 144 സ്ക്വയർ സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് 8. അതായത് ബേസ് ഏരിയ പാദ പരപ്പളവ്, ബേസ് ഏരിയ എത്രയാണ് 144.
ഹൈറ്റ് എത്രയാണ് 8. ഓക്കെ ആൻഡ് ഇറ്റ്സ് 8 സെന്റിമീറ്റർ. ചോദ്യം വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ ബേസ് എഡ്ജ് ഓഫ് ദി പിരമിഡ്? വൺ ബേസ് എഡ്ജ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. പാദവക്കിന്റെ നീളം എന്തൊക്കെയാണ് ഒരു സമയത്ത് പാദപരപ്പളവ് 144, ഉയരം 8. ഓക്കെ അപ്പൊ ബേസ് ഏരിയ പാദപരപ്പളവ് 144, ഉയരം 8. എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ചെയ്യാൻ അറിയാന്ന് വിചാരിക്കണ്. എന്താണ് ബേസ് ഏരിയയുടെ ഇക്വേഷൻ? എ സ്ക്വയർ ആണ് ബേസ് ഏരിയ. എ സ്ക്വയർ ഈക്വൽ ടു 144. അപ്പൊ എ ഈക്വൽ ടു എത്രയായിരിക്കും? റൂട്ട് 144. എത്രയാണത്? 12 ആണ് കേട്ടോ. റൂട്ട് അറിയണം, കറക്റ്റ് ആയിട്ട് അറിയണം. 144 12 ആണ്. എത്ര കിട്ടി? 12. ക്വസ്റ്റ്യൻ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? എ ഈക്വൽ ടു 12 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. 12 സെന്റിമീറ്റർ ബേസ് എഡ്ജ് ട്ടാ. മനസ്സിലായല്ല? ചെരിവ് ഉയരം കണ്ടുപിടിക്കണം. എന്താണ് ചെരിവുയരത്തിന്റെ ലെറ്റർ? എൽ അല്ലേ? എൽ കണ്ടുപിടിക്കണം. അപ്പൊ എന്തൊക്കെ അറിയാ? എ അറിയാ 12 അല്ലെ? എച്ച് അറിയാ 8. അപ്പൊ എല്ല് കിട്ടണം. എല്ല് ഇക്വേഷൻ ഓർമ്മയുണ്ടാ? എല്ലും എയും എച്ചും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. എന്താണ് ഇക്വേഷൻ? ലാ 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 എന്നുള്ള ഇക്വേഷൻ പഠിക്കാം കേട്ടാ. എൽ എച്ച്. ഓക്കെ ആണല്ലോ. പിന്നെ ഫുൾ ഫോം എന്താണ്? എൽ സ്ക്വയർ ഈക്വൽ ടു എ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ് ലാ എന്നുള്ളതിന്റെ ഫുൾ ഫോം. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ എ ബൈ 2 എന്ന് പറയുമ്പോ 12 ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറയുമ്പോ 8 സ്ക്വയർ. 12 ബൈ 2 എത്രയാണ്? 6. 6ന്റെ സ്ക്വയർ 36. 36 പ്ലസ് 8ന്റെ സ്ക്വയർ 64. 36 64 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? എൽ സ്ക്വയർ ഈക്വൽ ടു 100 കിട്ടും. 100 ട്ടാ. അപ്പൊ എൽ ഈക്വൽ ടു എത്ര കിട്ടി? റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. എൽ ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ഓക്കെ ആണോ? നോക്കിയ സ്റ്റെപ്പ് നോക്കിയേ. അതായത് എയും എച്ചും അറിയാ, എല്ല് കണ്ടുപിടിച്ച സ്റ്റെപ്പാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ എൽ ഈക്വൽ ടു 10 സെന്റിമീറ്റർ. സ്ലാന്റ് ഹൈറ്റ് ചെരിവ് ഉയരം എത്ര കിട്ടി? എൽ ഈക്വൽ ടു 10 സെന്റിമീറ്റർ കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത് പാർശ്വതല പരപ്പളവ് കണക്കാക്കുക. പാർശ്വതല പരപ്പളവ് എന്ന് വെച്ചാൽ ലാറ്ററൽ സർഫസ് ഏരിയ. എന്താണ് ഇക്വേഷൻ? ലാറ്ററൽ സർഫസ് ഏരിയ 2al ആണ് അല്ലെ? അപ്പൊ 2 ഇൻറ്റു എ എത്രയാണ്? നോക്കാം കണ്ടുവച്ചിട്ടുണ്ടല്ലോ. 12 ഇൻറ്റു എൽ എത്രയാണ്? എൽ 10. ഓക്കെ ആണോ? കൊടുത്തപ്പോ 2 ഇൻറ്റു 12 24. 24 ഇൻറ്റു 10 240 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ലാറ്ററൽ സർഫസ് ഏരിയ. ഓക്കെ ആണല്ലോ. ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടി. ചോദ്യം ഓർമ്മയുണ്ടാവണം. സ്ക്വയർ പിരമിഡിന്റെ ചോദ്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിക്കാം. ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. എന്താണ് അടുത്ത ചോദ്യം? ബേസ് എഡ്ജ് ആൻഡ് ഹൈറ്റ് ഓഫ് എ ടോ ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പ്രിസം. സ്ക്വയർ പ്രിസം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ. സ്ക്വയർ പിരമിഡ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 8 സെന്റിമീറ്റർ ആൻഡ് 60 സെന്റിമീറ്റർ ആൻഡ് 40 സെന്റിമീറ്റർ. അതായത് ബേസ് എഡ്ജ് ആൻഡ് ഹൈറ്റ് ഓഫ് എ ടോയ്. അതായത് എന്താണ്? ഒരു സമചതുര സ്തൂപികാകൃതിയിലുള്ള ഒരു കളിപ്പാട്ടത്തിന്റെ ബേസ് എഡ്ജ് പാദവക്കിന്റെ നീളം. ബേസ് എഡ്ജ് എത്രയാണ്? 60. കണ്ടാ? ബേസ് എഡ്ജ് ആൻഡ് ഹൈറ്റ്. ബേസ് എഡ്ജ് ആദ്യം പറയും, ഹൈറ്റ് രണ്ടാമത് പറയും. എടാ ഉയരം എത്രയാണ്? 40. ഓക്കെ ആണല്ലോ. ബേസ് എഡ്ജ് 60, ഉയരം 40 ആണ്. ഓക്കെ 40 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദി ടോയ്? സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ല് എന്താണ്? എല്ല് സ്ലാന്റ് ഹൈറ്റ് ചെരിവ് ഉയരം എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ അപ്പൊ ചോദ്യം കിട്ടിയല്ല. ചെരിവ് ഉയരം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ചെരിവ് ഉയരം എങ്ങനെ കണ്ടുപിടിക്കുക? ചെരിവ് ഉയരം എങ്ങനെ കണ്ടുപിടിക്കുക? എല്ല് കിട്ടണമെങ്കിൽ എന്താണ് ഇക്വേഷൻ? ലാ എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അല്ലെ? എൽ എന്നുള്ള ഇക്വേഷൻ ലാ അല്ലേ? എല്ലും എയും എച്ചും. ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. പറഞ്ഞു ചെയ്യാ. ക്വസ്റ്റ്യൻ ആൻസർ ആണ് ചെയ്യാൻ പോണത്. അപ്പൊ നോക്കിയാലോ. ലാ എൽ അല്ല കിട്ടുന്നത്? ലാ എന്നുള്ള ഇക്വേഷൻ എൽ എ എച്ച് ലാ. എൽ സ്ക്വയർ ഈക്വൽ ടു എ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പൊ കൊടുക്കുമ്പോ എൽ സ്ക്വയർ ഈക്വൽ ടു എ ബൈ 2 എന്ന് പറയുമ്പോ എത്രയാണ്? എത്രയാണ്? 60 അല്ലെ? 60 കൊടുക്കുക. 60 എ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എത്രയാണ് മക്കളെ? എച്ച് എത്രയാണ്? 40 അല്ലെ? അപ്പൊ 40 സ്ക്വയർ. അപ്പൊ എത്ര വരും? 60 ബൈ 2 30. 30ന്റെ സ്ക്വയർ എത്രയാണ്? 900 പ്ലസ് 40ന്റെ സ്ക്വയർ എത്രയാണ്? 1600 കൂട്ടിയപ്പോ 2500. ഓക്കെ ആണല്ലോ. എൽ സ്ക്വയർ ഈക്വൽ ടു 2500. അപ്പൊ എൽ ഈക്വൽ ടു 2500 റൂട്ട് എത്രയാണ്? 2500 റൂട്ട് 2500 റൂട്ട് 25 റൂട്ട് 5. 2 പൂജ്യം ഉള്ള കാരണം 1 പൂജ്യം എഴുതി കേട്ടാ. എൽ ഈക്വൽ ടു എത്ര കിട്ടി? 50 കിട്ടി. ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയല്ല. എൽ ഈക്വൽ ടു 50 ട്ടാ. ചെയ്ത സ്റ്റെപ്പ് നോക്കിയേ. എന്താണ് ചെയ്തത്? ലാ എന്നുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്താണ് ഈ കണ്ടത്. പൈതഗോറസ് തിയറം ഈ അപ്ലൈ ചെയ്തത്. അറിയണോട്ടാ. 60 ബൈ 2 30. 30ന്റെ സ്ക്വയർ 90. 90 അല്ല 900. ഓക്കെ അടുത്തത് ബി ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദി സർഫസ് ഏരിയ ഓഫ് ദി ടോയ്. സർഫസ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ സർഫസ് ഏരിയയാണ്. ഉപരിതല പരപ്പളവിനാണ്. വെറുതെ പരപ്പളവ് മാത്രം അറിയുള്ളൂ. കണ്ടാ ഈ കളിപ്പാട്ടത്തിന്റെ ഉപരിതല പരപ്പളവ് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉപരിതല പരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയയാണ് സർഫസ് ഏരിയ എന്ന് പറയാം. ഓക്കെ സർഫസ് ഏരിയ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ഇക്വേഷൻ ആണ്. എ സ്ക്വയർ പ്ലസ് 2al ആണ് ഇക്വേഷൻ അല്ലെ? കൊടുക്ക. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 60 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എത്രയാണ്? 2 ഇൻറ്റു എത്രയാണ് കിട്ടിയത്? 60 ഇൻറ്റു എൽ എത്രയാണ് കിട്ടിയത്? നമുക്ക് 50 കൊടുക്കാട്ടാ.
2 × 60 × 50 ട്ടാ, × 50. ഓക്കെ, ഇപ്പൊ എത്ര വരും? 60 സ്ക്വയർ 6 സ്ക്വയർ 36, 60 സ്ക്വയർ 3600 പ്ലസ് ഗുണിക്ക 5 × 6 30, 300 കിട്ടും. ഇത് തമ്മിൽ ഗുണിച്ചാൽ 300 × 2 600 കിട്ടും. ഓക്കെ, ഇപ്പൊ എത്രയാണ് കേട്ടാ? 3600 600 കൂടി കൂട്ടിയപ്പാ. ഓക്കെ, എത്രയാണ് കേട്ടാ? 60 അല്ല, ഒരു മിനിറ്റ്. 5 × 6 30, 30 2 0 കൂടിട്ടാ 3000, 3000 × 2 6000 കേട്ടാ. ഓക്കെ, സോറി, 6000 ആണ് കേട്ടാ. ഇത് തമ്മിൽ കൂട്ടിയിട്ടാണെങ്കിൽ എത്ര കിട്ടും? 9600. ഓക്കെ, സെന്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടാ. കിട്ടിയല്ല, 9600 സെന്റിമീറ്റർ സ്ക്വയർ കേട്ടാ. ഞാൻ അടുത്ത് ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് 100 സച്ച് ടോയ്സ് അറ്റ് 100 rupees പെർ സ്ക്വയർ മീറ്റർ? അതായത് ഇങ്ങനത്തെ എത്ര രൂപയാവുന്നു? 100 ടോയ്, ഇങ്ങനത്തെ 100 ടോയ് എന്ത് ചെയ്യണം? 100 രൂപ സ്ക്വയർ മീറ്ററിന് കേട്ടാ. ഇത്തരത്തിലുള്ള 100 കളിപ്പാട്ടങ്ങൾ ചായമ്പൂച്ചതിന് ചതുരശ്ര മീറ്ററിന് 100 രൂപ നിരക്കിൽ എത്ര രൂപ ചിലവാകും? അപ്പൊ എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് ഇട്ടാൽ എന്ത് ചെയ്യണം അറിയോ? ടോട്ടൽ കോസ്റ്റ് മറക്കരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കാ. ഇതാണ് ആകെ ടോട്ടൽ സർഫസ് ഏരിയയാണ് കിട്ടിയിട്ടുള്ളത്, 9600. ഓക്കെ, 9600 കിട്ടി. അതിനെന്ത് ചെയ്യണം? ഒരു കളിപ്പാട്ടത്തിനാണ് ഇത്രയും സർഫസ് ഏരിയ. 100 കളിപ്പാട്ടത്തിന് 100 കൊണ്ട് ഗുണിക്കാം. എത്ര രൂപയാണ് ആവാ? 100 രൂപയല്ലേ ആവാ? 100 രൂപ. ഓക്കെ, അപ്പൊ 100 രൂപ ഗുണിച്ച്. പക്ഷെ എത്രയാണ്? സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇത്. നമുക്ക് വേണ്ടത് എത്രയാണ്? മീറ്റർ സ്ക്വയറിനാണ്. അപ്പൊ മീറ്റർ സ്ക്വയർക്ക് സെന്റിമീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർക്ക് മാറ്റാൻ എന്ത് ചെയ്യാ? 10000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. തെറ്റരുത്, 10000 കേട്ടോ. 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0 വെട്ടി 0 വെട്ടി 0 വെട്ടി 0 വെട്ടി എത്രയാണ്? 9600 rupees. അത്രയും രൂപ കിട്ടും എടാ. ഓക്കെ, ഇത്രയും രൂപയാണ് കാശ കിട്ടിയല്ല. എന്തുകൊണ്ട് 100 കൊണ്ട് ഗുണിച്ച്? കാശ് 100 ആയിരുന്നു. ഒരു കാശ് 100, പിന്നെ എന്തിനാണ്? 100 കളിപ്പാട്ടുണ്ട്. ഇത് എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർക്ക് മാറ്റാൻ എന്ത് ചെയ്ത്? ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് 10000 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയണത്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വായിച്ചു നോക്കാം. ദി റേഡിയസ് ഓഫ് എ സോളിഡ് സ്ഫിയർ ഈസ് 6 cm. ഫൈൻഡ് ദി വോളിയം ആൻഡ് സർഫസ് ഏരിയ. സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ? സ്ഫിയറിന്റെ ചോദ്യമാണ്. സ്ഫിയറിന്റെ ചോദ്യം സിമ്പിൾ ആയിട്ട് ചോദ്യമായിരിക്കും, എന്തായാലും ചെയ്യാനുണ്ടാവും. എന്താണ് പറഞ്ഞിട്ടുള്ളത്? റേഡിയസ് ഓഫ് എ സോളിഡ് സ്ഫിയർ. ഒരു സ്ഫിയറിന്റെ റേഡിയസ് 6 cm ആണ്. ഫൈൻഡ് ഇറ്റ്സ് വോളിയം. വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. വോളിയം കാണാൻ, വ്യാപ്തം കാണാൻ കേട്ടാ. വ്യാപ്തം കാണാൻ ഇക്വേഷൻ എന്താണ്? 4/3 πr³ അല്ലേ? 4/3 πr³ ആണ് കൊടുക്ക. 4/3 ഇൻറ്റു പൈ ഇൻറ്റു 6³ അല്ലെ വരാ? എത്രയാണ് വരാ? 4/3 ഇൻറ്റു പൈ ഇൻറ്റു 6³ എന്ത് എഴുതാണെങ്കിൽ 6 × 6 × 6 എന്ന് എഴുതാം. അപ്പൊ ഒരു 6ഉം ഒരു ഇതും വെട്ടിപ്പോയി. 3 6 എത്ര തവണ പോയി? 3 2 തവണ പോയി അല്ലെ? അപ്പൊ എത്രയാണ് ബാക്കി കിട്ടാ? 6 × 6 × 2 × 4 ഉണ്ട് മുകളിൽ. അപ്പൊ അത് തമ്മിൽ ഗുണിക്ക. അപ്പൊ ഇത്രയും കിട്ടും. എത്രയാണ്? 6 × 6 36, 36 × 2 72, 72 × 4 ചെയ്യാ. 72 × 4 ചെയ്യുമ്പോ 8 34 28 288. അപ്പൊ കിട്ടി 288 പൈ സെന്റിമീറ്റർ ക്യൂബ് കേട്ടാ. വോളിയമാണ് സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ ക്വസ്റ്റ്യൻ്റെ അകത്ത് വോളിയം കിട്ടി. വോളിയം സെമി സ്ഫിയർ എത്രയാണ്? 288 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ ആണല്ലോ. സർഫസ് ഏരിയ അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് സർഫസ് ഏരിയ. എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ ആണ് അലിക്കേഷൻ. എന്താണ്? സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ആണ് അലിക്കേഷൻ. ആണ് 4πr². ഇക്വേഷൻ മറക്കരുത്, 4πr² ആണ്. 4 × π × റേഡിയസ് എത്ര മക്കളെ? 6 അല്ലെ? 6². അപ്പൊ എത്രയാണ്? 4 × π × 36. ഇത് 36 എത്രയാണ്? 36 × 4 ചെയ്യാം. 36 × 4 എത്രയാണ്? 1 6 6 2 6 12 3 6 18 4 6 24 4 ബാക്കി 2 4 × 3 12 12ഉം 2ഉം 13 14 144 കിട്ടിയല്ലേ? അപ്പൊ 144 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടാം. ഓക്കെ, എന്താണ് കിട്ടിയിട്ടുള്ളത്? എന്താണ് അത്? 144 പൈ സെന്റിമീറ്റർ സ്ക്വയർ സർഫസ് ഏരിയ കിട്ടി. ടോട്ടൽ സർഫസ് ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഇനി എന്താണ് ബി ക്വസ്റ്റ്യൻ? ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്. എന്ന് ചെയ്തേക്കാണ്? ഈ സ്ഫിയറിനെ പിടിച്ചിട്ട് 2 ഈക്വൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്തേക്കാണ്. 2 തുല്യ ഭാഗങ്ങളായിട്ട്, തുല്യമായിട്ടുള്ള അർദ്ധഗോളങ്ങളായിട്ട് കട്ട് ചെയ്തേക്കാണ്. അപ്പൊ എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ? ഒരു ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? ഹെമിസ്ഫിയറിന്റെ സി ക്വസ്റ്റ്യൻ ആണ്, അല്ല ബി ക്വസ്റ്റ്യൻ ആണ് ഞാനത്. സെമിസ്ഫിയറിന്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ ആണല്ലോ. എന്താണ് ഇക്വേഷൻ? 3πr² ആണ് ഇക്വേഷൻ. മറക്കരുതാ. ടോട്ടൽ സർഫസ് ഏരിയ സെമിസ്ഫിയർ 3πr² ആണ്. അപ്പൊ 3 × π × റേഡിയസ് എത്രയാണ്? 6² അല്ലെ? അപ്പൊ 3 × π × 6² 36 അല്ലേ? 36 × 3 ഗുണിക്കാം. 6 × 3 18 8 ബാക്കി 1 3 × 3 9 1 10 108
പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. സർഫസ് ഏരിയ ചോദിച്ചിട്ടുള്ളത് സെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ 108 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. എന്താണ് വാട്ട് ഇസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ? ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വോളിയം എത്രയാണ്? വോളിയം ഞാൻ പറയാ, നമ്മുടെ സ്ഫിയറിന്റെ വോളിയം എത്രയാണ് കിട്ടിയത്? 258 പൈ അല്ലേ? അതിന്റെ പകുതി ആയിരിക്കും സെമിസ്ഫിയറിന്റെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യാ? ബി ക്വസ്റ്റ്യൻ അതിനകത്ത് എന്ത് ചെയ്യാ? വോളിയം കാണാൻ ഇക്വേഷൻ വേണമെങ്കിൽ കൊടുത്തോ. വോളിയം എന്താണ്? 2/3 പൈ ആർ ക്യൂബ് ആണ്. 2/3 പൈ ആർ ക്യൂബ്. അപ്പൊ എന്തായാലും 2/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ്? 6 ക്യൂബ്. അതായത് 2/3 ഇൻറ്റു പൈ ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6 എന്ന് എഴുതിട്ടാ. ഒരു 3 ഒരു 6 വെട്ടി 2 തവണ. 6 ഇൻറ്റു 6 36, 36 ഇൻറ്റു 2 72, 72 ഇൻറ്റു 2 144 പൈ സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ ആലോചിച്ച് നോക്കാം. ഇങ്ങനെ ചെയ്യണമെന്നില്ല. മറ്റേതെന്താണ്? സ്ഫിയറിന്റെ വോളിയത്തിന്റെ പകുതി ആയിരിക്കും സെമിസ്ഫിയറിന്റെ വോളിയം. അതാണ് ലോജിക്ക് കേട്ടാ. അതായത് ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ പകുതി ആയിരിക്കും അർദ്ധഗോളത്തിന്റെ വ്യാപ്തം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കി. അടുത്ത ചോദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? വായിച്ചു നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ കൊല്ലമൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അതാണ്ടാ. അപ്പൊ എന്താ ചെയ്യാ? എ സോളിഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ അറ്റാച്ച്ഡ് ടു എ ഹെമിസ്ഫിയർ. കണ്ടാ, രണ്ട് ഷേപ്പുകൾ കൂടി വന്നേക്കണ ചോദ്യമാണത്. ഒരു കോണുണ്ട്, ഒരു സെമിസ്ഫിയർ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹെമിസ്ഫിയർ എന്ന് അതിന് പറയാം. അർദ്ധഗോളം. സെമിസ്ഫിയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഹെമിസ്ഫിയർ എന്ന് പറയും. As shown in the figure, the total height of the solid is 17 meter. ഇതിന്റെ മൊത്തം ഹൈറ്റ് 17 മീറ്റർ ആണ്. ആൻഡ് ദി കോമൺ റേഡിയസ് ഈസ് 5. അതായത് ഇതിന്റെ റേഡിയസ് ഇതാണ് 5. റേഡിയസ് 5 ആണ് കേട്ടാ. അതായത് ഈ സ്ഫിയറിന്റെ ഇവിടെ നിങ്ങളുടെ എത്രയായിരിക്കും? 5 ആയിരിക്കും കേട്ടാ. സ്ഫിയറിന്റെ റേഡിയസ് 5 ആണെന്ന് പറഞ്ഞാൽ ഈ കോമൺ റേഡിയസ് 5 ആണെന്ന് പറഞ്ഞാൽ സ്ഫിയറിന്റെ റേഡിയസ് 5, കോണിന്റെ റേഡിയസ് 5. ഓക്കെ ആണല്ലോ? 5 മീറ്റർ. വാട്ട് ഈസ് ദ ഹൈറ്റ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദി കോൺ? കോണിന്റെ ഹൈറ്റ് എത്രയാണ്? കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ കോണിന്റെ ഹൈറ്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇതാണ് കോണിന്റെ ഹൈറ്റ്. ഇത് എത്ര ഉണ്ടാവും? മൊത്തം 17 അല്ലേ? മൊത്തം 17 ആണ്. ഇതിന്റെ അടിയിലുള്ള സെമിസ്ഫിയറിന്റെ 5 പോയാൽ ബാക്കി എത്രയുണ്ട്? 17 മൈനസ് 5 എത്രയുണ്ട് കിട്ടാ? 12 കിട്ടും. അതായത് ഹൈറ്റ് ഓഫ് കോൺ എത്രയാണ്? 12 സെന്റിമീറ്റർ. ഓക്കെ ആണോ? റേഡിയസ് ഓഫ് കോൺ എത്രയാണ്? 5 സെന്റിമീറ്റർ. എന്താണ് അടുത്തത്? സ്ലാന്റ് ഹൈറ്റ് അല്ലെ? ചെരിവ് ഉയരം കണ്ടുപിടിക്കണം അല്ലെ? ചെരിവ് ഉയരം കോണിന്റെ കേട്ടാ. വൃത്തസ്തൂപികട ഉയരം കിട്ടി. ചെരിവ് ഉയരം എത്രയാണ്? ചെരിവ് ഉയരം ഇതാണ് വെച്ചിട്ടുള്ളത് L. അപ്പൊ എല്ലും എച്ചും ആറും കണക്ട് ചെയ്യണം. ഓർമ്മയുണ്ട്? കോൺ പഠിച്ചതില് എല്ലും എച്ചും ആറും കണക്ട് ചെയ്യണ ഇക്വേഷൻ ഇത് L, ഇത് H, ഇത് R അല്ലെ? വരാ H എന്ന് വെച്ചാൽ അറിയാ, R എന്ന് വെച്ചാൽ അറിയാ. L കിട്ടണമെങ്കിൽ എന്താണ് ഇക്വേഷൻ? L² ഈക്വൽ ടു H² പ്ലസ് R². ഇക്വേഷൻ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണ്. L² ഈക്വൽ ടു H² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12² പ്ലസ് R² എത്രയാണ്? 5² കേട്ടാ. അപ്പൊ എത്രയാണ് കിട്ടാ? 12² 144, 5² 25. കൂട്ടിയപ്പോ എത്രയാണ് കിട്ടിയത്? 169 കിട്ടി. L² ഈക്വൽ ടു 169, L ഈക്വൽ ടു റൂട്ട് 169. എത്രയാണ് കിട്ടാ? റൂട്ട് 169 വെച്ചാൽ 13 ആണ്. L ഈക്വൽ ടു 13 കിട്ടി. ഇപ്പൊ നോക്കിയേ, L² ഈക്വൽ ടു H² പ്ലസ് R² എന്നുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവണം. അവിടെ ഇതിന്റെ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓരോന്ന് കിട്ടിയപ്പോ റൂട്ട് 169 13 ആണ്. ഓക്കെ ആണല്ലോ? റൂട്ട് 169 13 കിട്ടിട്ടാ. ഓക്കെ, 2 കിട്ടി. ഇനി ബി ചോദ്യം. കാൽക്കുലേറ്റ് ദി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ, അതായത് ഈ മുകളിലുള്ള ഇതിനാണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയാ. ഹെമിസ്ഫിയറിന്റെ അല്ലെ? കർവ്ഡ് സർഫസ് ഏരിയ ആണ് ഇക്വേഷൻ ആണ് ബേസ് ഏരിയ പൈ R². കർവ്ഡ് സർഫസ് ഏരിയ 2πr². ഓക്കെ, ഓർമ്മ ഉണ്ടാവണം. അപ്പൊ എന്താണ്? ബി ക്വസ്റ്റ്യൻ ആൻസർ ആണ് ചെയ്യാൻ പോണത്. ഹെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കേട്ടാ. ബി ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോണത് കേട്ടാ. കർവ്ഡ് സർഫസ് ഏരിയ എന്താണ് ഇക്വേഷൻ? 2πr² ആണ്. ഹെമിസ്ഫിയറിന്റെ റേഡിയസ് അറിയാ, 5 അല്ലേ? കോമൺ റേഡിയസ് ആണ് അല്ലെ? അപ്പൊ 2 ഇൻറ്റു പൈ ഇൻറ്റു 5². അപ്പൊ എത്രയാണ് വരാ? 5² 25. 2 ഇൻറ്റു പൈ ഇൻറ്റു 25. 25 ഇൻറ്റു 2 50 ആണ്. 25 രണ്ടും കൂടി ഗുണിക്കുക 50 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ? സെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ 50 പൈ സെന്റിമീറ്റർ സ്ക്വയർ. കാൽക്കുലേറ്റ് ദി സർഫസ് ഏരിയ ഓഫ് ദി സോളിഡ്. ഈ മൊത്തം ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിക്കണം. സർഫസ് ഏരിയ, അതായത് ടോട്ടൽ സർഫസ് ഏരിയ, ഘനരൂപത്തിന്റെ ഉപരിതല പരപ്പളവ്. അപ്പൊ അതായത് ഈ കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയയും ഈ സെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയയും കൂടി കൂട്ടിയാൽ മതി. രണ്ടും കൂടി ചേർന്നിരിക്കാൻ അറിയാം. ഈ ഉള്ളിലുള്ള ഭാഗം മൈൻഡ് ചെയ്യണ്ട. കർവ്ഡ് സർഫസ് ഏരിയകൾ എടുത്താൽ മതി കേട്ടാ. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണേ. വക്രതല പരപ്പളവ് ഈ വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവും ഈ അർദ്ധഗോളത്തിന്റെ വക്രതല പരപ്പളവും കൂടി കൂട്ടാം. ഇതിന്റെ കിട്ടിയിട്ടുള്ള കർവ്ഡ് സർഫസ് ഏരിയ വക്രതല പരപ്പളവ് ഉണ്ട്. ഓൾറെഡി എത്രയാണ്? 50 പൈ. ഇനി എത്രയാണ്? കോണിന്റെ CSA കർവ്ഡ് സർഫസ് ഏരിയ. കോണിന്റെ CSA എത്രയായിരിക്കും? കോണിന്റെ CSA കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ്? ഇക്വേഷൻ ആണ്
പൈ ആർ എൽ അല്ലേ ഇക്വേഷൻ. പൈ ഇൻറ്റു റേഡിയസ് എത്ര ഉണ്ടാക്കളെ, റേഡിയസ് 5 അല്ലേ, ഇൻറ്റു എൽ എത്രയാണ് കിട്ടിയത് 13 അല്ലേ. 5 ഇൻറ്റു 13, 5 ഇൻറ്റു 13 എത്രയാണ്, 5 ഇൻറ്റു 13, 13 ഇൻറ്റു 5 ഗുണിക്കുക, 15 5 ബാക്കി 1 5 1 6, 65 അല്ലേ, 65 പൈ. ഓക്കെ, സെന്റിമീറ്റർ സ്ക്വയർ ആണ് കോണിന്റെ സർഫസ് ഏരിയ. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്, ഉപരിതല പരപ്പളവ് എന്ത് കിട്ടും, ഉപരിതല പരപ്പളവ് കിട്ടാൻ ഇത് 65 പൈയും പിന്നെ ഏതാണ് 65 പൈ എന്ന് പറഞ്ഞാണെങ്കിൽ ഇതിന്റെ ഇത്രയും ഭാഗം കേട്ടോ, ഇതാണ് 65 പൈ, ഇതാണ് കർവ്ഡ് സർഫസ് ഏരിയ 65 പൈ. അടിഭാഗത്ത് എത്രയാണ് 50 പൈ, രണ്ടും കൂടി കൂട്ടാ പ്ലസ് 50 പൈ കൂട്ടിയപ്പോ എത്രയാണ് കിട്ടാ, 65ഉം 50ഉം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 115 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ, 50 100 പിന്നെ ഒരു 15 കൂടി, അപ്പൊ 115 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അതാണ് എന്ത്, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി സോളിഡ്. ഇതിന്റെ മൊത്തം കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ്, 115 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുക. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വായിച്ചു നോക്കി, എന്താണ്, എ കോൺ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റർ ഈസ് ടു ബി മെയ്ഡ് ബൈ ഫോൾഡിങ് എ സെക്ടർ കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 20 സെന്റിമീറ്റർ. വായിക്കണം, ഒരു കോൺ ഉണ്ടാക്കണം. കോണിന്റെ റേഡിയസ് എത്ര വേണം, കോണിന്റെ റേഡിയസ്, ഇതാണ് കോണിന്റെ റേഡിയസ് 12, സ്മോൾ ലെറ്റർ ആർ അല്ലേ, കോണിന്റെ റേഡിയസ് 12 വേണം. ഇതുണ്ടാക്കണമെങ്കിൽ സെക്ടർ ഉണ്ട്, സെക്ടറിന്റെ റേഡിയസ് എത്രയാണ്, ആ സെക്ടർ കട്ട് ചെയ്തിട്ടുള്ള സർക്കിളിന്റെ റേഡിയസ് ആണ് 20. അപ്പൊ സെക്ടറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ എത്രയാണ്, 20. കണ്ടാ, 20 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ നിന്ന് ഒരു വൃത്താംശം വെട്ടിയെടുത്ത് 12 വളച്ച് 12 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. അതായത് വൃത്തസ്തൂപികയുടെ ആരം 12, വൃത്താംശത്തിന്റെ ആരം 20. ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടാ. സ്മോൾ ലെറ്റർ ആർ 12, ക്യാപിറ്റൽ ലെറ്റർ ആർ 20. നോക്കി അത് എഴുതാൻ പറ്റിയ ബാക്കി നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും എടാ. ചോദ്യം, വാട്ട് ഷുഡ് ബി ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും സെൻട്രൽ ആംഗിളിന്റെ ഇക്വേഷൻ, സെൻട്രൽ ആംഗിൾ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, ഇതാണ് ആർ ബൈ ആർ ഈക്വൽ ടു എക്സ് ബൈ 360 എന്നുള്ള ഇക്വേഷൻ ആണ് അല്ലെ. അതിൽ കൊടുക്കുക, സ്മോൾ ലെറ്റർ ആർ അറിയാം 12 ബൈ ക്യാപിറ്റൽ ലെറ്റർ ആർ അറിയാം 20 ഈക്വൽ ടു എക്സ് അറിയാൻ പാടില്ല 360 കൊടുക്കാം. അപ്പൊ എത്ര ഇട്ട് നോക്കിയേ, എക്സും ക്രോസ് മൾട്ടിപ്ലൈ ആടാ. നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ, അല്ലാതെ ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണവരെ ചെയ്താൽ മതി കേട്ടാ. 12 ഇൻറ്റു 360, 360 ഇൻറ്റു ആയി ഈക്വൽ ടു ഇവിടെ എന്തായി, എക്സ് ഇൻറ്റു 20. ഓക്കെ ആണല്ലോ, എക്സ് ഇൻറ്റു 20. അതായത് എന്ത് വരും, 12 ഇൻറ്റു 360 ബൈ 20. എക്സ് 20 തിരിച്ചു വന്നപ്പോ എന്തായി, എക്സ് ഈക്വൽ ടു എഴുതുകയാണെങ്കിൽ 12 ഇൻറ്റു 360 ബൈ 20. ഓക്കെ, വെട്ടിക്കളയാനുള്ള കേട്ടാ, 0 0 വെട്ടി 36, 12 2 എത്ര തവണ, 6 തവണ. 6 ഇൻറ്റു 36 എത്രയാണ്, 6 ഇൻറ്റു 36, 36 ഇൻറ്റു 6 ചെയ്ത് നോക്കാം. 6 6 36 6 3 18 1 3 216 സെന്റിമീറ്റർ അല്ല മക്കളെ, ഡിഗ്രി അല്ലേ വേണ്ടത്. ആലോചിച്ച് നോക്കി, സെൻട്രൽ ആംഗിൾ ആണ് 216 ഡിഗ്രി ട്ടാ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു 216 സെൻട്രൽ ആംഗിൾ കിട്ടിയത്. ഓക്കെ, എന്തൊക്കെ കിട്ടി, സെൻട്രൽ ആംഗിൾ എക്സ് ആണ്. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ അകത്ത് എക്സിനെ അവിടെ നിർത്തി 20 തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ 20 ഡിവിഷനായി. വെട്ടിക്കളയാനുള്ള 0 0 വെട്ടി 12 6 ഇതും വെട്ടിയപ്പോ 6 തവണ 6 36 216 ഡിഗ്രി സെൻട്രൽ ആംഗിൾ കിട്ടിയിട്ടാ. അടുത്തതാണ്, കാൽക്കുലേറ്റ് ദി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ. CSA കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ കണ്ടുപിടിക്കണം. എന്താണ് ഇക്വേഷൻ, പൈ ആർ എൽ അല്ലെ, പൈ ആർ എൽ അല്ലേ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ കാണാൻ ഇക്വേഷൻ. പൈ അറിയാ, റേഡിയസ് അറിയാ, എൽ അറിയോ, എൽ അല്ലേ, എൽ അറിയോ, എൽ എത്രയാണ്, ആർ ഈക്വൽ ടു എൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, അത് എത്രയാണ്, 6 20 ആണ്. എൽ എത്രയായിരിക്കും, 20 ആയിരിക്കും. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ വക്രതല പരപ്പളവ് കൊടുക്കുക, പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ് 12 ഇൻറ്റു എൽ എത്രയാണ് 20, 20 ഇൻറ്റു 12 എത്രയാണ് 240 അല്ലെ, 240 പൈ സെന്റിമീറ്റർ സ്ക്വയർ കേട്ടാ. സെന്റിമീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്, 240 പൈ യൂണിറ്റ് എഴുതണം, സെന്റിമീറ്റർ സ്ക്വയർ കർവ്ഡ് സർഫസ് ഏരിയ. ഓക്കെ ആണല്ലോ. അപ്പോ അടുത്ത ഇത്രയും ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ചോദ്യങ്ങളായിട്ടാണ് ചെയ്യണത്. ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചധികം ചോദ്യം കിട്ടിക്കോട്ടെ, കുറഞ്ഞ സമയം കൊണ്ട് കുറച്ചധികം ചോദ്യം കിട്ടിക്കോട്ടെ എന്നിട്ടാണ് ഇതൊക്കെ ചെയ്തു പോണത് എടാ. അടുത്ത ചോദ്യം പോവാം. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, വായിച്ചു നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിക്കേണ്ട ചോദ്യമാണ്. അത് നോക്കി, റേഡിയസ് ഓഫ് 2 ഹെമിസ്ഫിയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3. 2 സെമിസ്ഫിയർ ആണ്, 2 സെമിസ്ഫിയർ കേട്ടാ. ഒരെണ്ണം ഉണ്ട്, വേറെ ഉണ്ട്. അതായത് റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എന്താണ്, 2:3 ആണ്. അപ്പൊ ഒരു കാര്യം പറയാ, റേഡിയസ് തമ്മിലുള്ള റേഷ്യോ ഇങ്ങനെ തന്നാൽ എന്ത് ചെയ്യണം, റേഡിയസ് ആദ്യത്തെ 2R എടുക്കണം, രണ്ടാമത്തെ റേഡിയസ് 3R എടുക്കണം. എവിടെ നിന്നാണ് 2ഉം 3ഉം കിട്ടിയത്, റേഡിയസ് തമ്മിലുള്ള റേഷ്യോ 2R 3R അല്ലേ, 2:3 അല്ലേ. അതുകൊണ്ട് റേഡിയസ് തമ്മിലുള്ള സൈഡുകൾ എന്തെടുത്ത്, റേഡിയസ് ചെറുതിന്റെ റേഡിയസ് 2R എടുത്ത്, വലുതിന്റെ റേഡിയസ് 3R എടുത്ത്. ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കാം കേട്ടാ. 2 3 എന്ന് മാത്രം എടുത്തത് കറക്റ്റ് ലോജിക് അല്ല.
2r 3r എന്ന് എഴുതണം ലോജിക്ക്. ഓക്കെ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയ തമ്മിലുള്ള റേഷ്യോ എഴുതാണ് ചോദിച്ചോളൂ. അപ്പൊ എന്താണ്, അപ്പൊ ആദ്യം തന്നെ എഴുതാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ആണ് എഴുതാണ്. റേഷ്യോ ഓഫ് സർഫസ് ഏരിയ കേട്ടാ. റേഷ്യോ ഓഫ് സർഫസ് ഏരിയ എന്താണ്? സർഫസ് ഏരിയ അവയുടെ ഉപരിതല പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം കേട്ടാ. റേഷ്യോ ഓഫ് സർഫസ് ഏരിയ, സർഫസ് ഏരിയ. ഓക്കെ, ഉപരിതല പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധമാണ് എഴുതാൻ പോണത്. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റത്തെ ഏരിയ ആണ് അലിക്കേഷൻ ആണ്, സർഫസ് ഏരിയ ആണ് അലിക്കേഷൻ ആണ്, 4πr² അലിക്കേഷൻ. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒന്നാമത്തെ സർഫസ് ഏരിയ എന്ത് വരും? 4π 4 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ്? ഒന്നാമത്തെ റേഡിയസ് എത്രയാണ്? 2r അല്ലേ? അപ്പൊ തന്നെ കൊടുക്കണം 2r² ഈസ് ടു. രണ്ടാമത്തെ സർഫസ് ഏരിയ എന്ത് വരും? 4 ഇൻറ്റു പൈ ഇൻറ്റു എത്രയാണ്? 3r². കണ്ട, ഇനി സെയിം ഉള്ളത് വെട്ടിക്കളയാ. അപ്പുറം സെയിം പറഞ്ഞത് വെട്ടാൻ പറ്റും. ഈക്വലിന്റെ 4 വെട്ടാ 4 വെട്ടാ, പൈ വെട്ടാ പൈ വെട്ടാ, 3r² 4r² പോട്ടരുത്, ഓപ്പൺ ചെയ്ത് വെട്ടാൻ പാടുള്ളൂ. അപ്പൊ എന്താവും? ഓപ്പൺ ചെയ്താൽ എന്ത് വരും നോക്കി? 2r² ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ 2ന്റെ സ്ക്വയർ 4, റേഡിയസിന്റെ സ്ക്വയർ r² ഈസ് 2. രണ്ടാമത്തെ 3ന്റെ സ്ക്വയർ 9, റേഡിയസിന്റെ സ്ക്വയർ r². ഇനി സെയിം ഉള്ളത് വെട്ടാലാ. അപ്പുറം എന്തുണ്ട്? r² ഉണ്ടല്ലേ? r² വെട്ടി. അപ്പൊ ഉത്തരം കിട്ടി എത്രയാണ്? 4:9. കണ്ടാ, സർഫസ് ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്ന് കിട്ടി? 4:9. കണ്ടാ, ഉപരിതല പരപ്പളവ് തമ്മിലുള്ള അംശബന്ധം 4:9. മനസ്സിലായാ നോക്കി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ബി ചോദ്യം? വ്യാപ്തങ്ങളുടെ അംശബന്ധം, അതിന്റെ വോളിയം തമ്മിലുള്ള റേഷ്യോ ഓഫ് വോളിയംസ്. എന്താണ് വോളിയം കാണാൻ അലിക്കേഷൻ? 4/3 πr³ ആണ്. എടാ മറക്കരുത്, 4/3 πr³ ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഒന്നാമത്തെ വോളിയം എന്തുവരും? 4/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എത്രയാണ്? ഒന്നാമത്തെ റേഡിയസ് 2r അല്ലേ എടുത്തത്? 2r³ ഈസ് ടു. രണ്ടാമത്തെ വോളിയം എന്താണ്? 4/3 ഇൻറ്റു പൈ ഇൻറ്റു രണ്ടാമത്തെ റേഡിയസ് എത്രയാണ്? 3r അല്ലെ? 3r³. കണ്ട, 3r³. ഓക്കെ ആണോ? സെയിം അപ്പുറം വന്ന വെട്ടാ. റേഷ്യോ ഓഫ് വോളിയം കേട്ടാ. വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് എഴുതുന്നത്. സെയിം എന്ന വെട്ടാന്ന് പറഞ്ഞാൽ 4/3 കിട്ടി, 4/3 കിട്ടി, പൈ വെട്ടി. ഇനി 3r² 4r² എക്സ്പാൻഡ് ചെയ്യാം. 3r², 3 8 ആണ്. 3 തെറ്റരുത്. 2³ 3³ കേട്ടാ, സോറി. 3³ 8 ആണ്. 2³ എന്ന് വെച്ചാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8. കണ്ട, 8r³ ഈസ് ടു. ഇത് 3³ എത്രയാണ്? 3 ഇൻറ്റു 3 ഇൻറ്റു 3, 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27 r³. അപ്പൊ എത്രയാണ്? r³ മെട്ടാ. ബാക്കി എന്തുണ്ട്? 8:27 ആണെന്ത്? വോളിയം. വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം 8:27. സർഫസ് ഏരിയ തമ്മിലുള്ള അംശബന്ധം ഓർമ്മയുണ്ടാ? സർഫസ് ഏരിയ തമ്മിലുള്ള അംശബന്ധം 4:9. അപ്പൊ 2:3 ആയിരുന്നു റേഡിയസ്, 4:9 സർഫസ് ഏരിയ, 8:27 വോളിയം. ഓക്കെ, ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കി. ആദ്യം റേഡിയസിനെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് സർഫസ് ഏരിയ തമ്മിലുള്ള ഇത് കിട്ടാ. അതിന്റെ ക്യൂബ് ചെയ്യുമ്പോഴാണ് റേഡിയസിന്റെ ക്യൂബ് ചെയ്യുമ്പോഴാണ് വോളിയത്തിന്റെ തമ്മിലുള്ള കിട്ടാ. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്താണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കി. എ സോളിഡ് മെറ്റൽ ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ, അതായത് 10 സെന്റിമീറ്റർ ആരമുള്ള ലോഹം കൊണ്ടുണ്ടാക്കിയ അർദ്ധഗോളം, അതായത് ഒരു സെമിസ്ഫിയർ ഉണ്ട്. ഇങ്ങനത്തെ സെമിസ്ഫിയർ ആണ് ഉള്ളത് കേട്ടാ. അതിന്റെ റേഡിയസ് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സാധനം ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ടു സ്മോൾ സോളിഡ് സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് 1 സെന്റിമീറ്റർ. ഉരുക്കിയിട്ട് എന്തുണ്ടാക്കി? ചെറിയ സ്ഫിയറുകൾ ഉണ്ടാക്കി. ഇങ്ങനത്തെ 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ചെറിയ സ്ഫിയറുകൾ ഉണ്ടാക്കി. ഓക്കെ, അതായത് ഒരു സെമിസ്ഫിയറിന് ഉരുക്കി ചെറിയ സ്ഫിയറുകൾ ഉണ്ടാക്കി. ഹൗ മെനി സച്ച് സ്ഫിയേഴ്സ് ക്യാൻ ബി മെയ്ഡ്? ഇങ്ങനത്തെ എത്ര ചെറുത് ഉണ്ടാക്കാൻ പറ്റും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരു അർദ്ധഗോളുണ്ട്, 10 അതിന്റെ റേഡിയസ്. അതിനൊരുക്കി എന്തുണ്ടാക്കി? കുഞ്ഞു 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കി. അപ്പൊ എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ? ഇത്രേ ഉള്ളൂ. എന്താ ചെയ്യണ്ടേ? നമ്പർ ഓഫ് സ്ഫിയർ കേട്ടാ. നമ്പർ ഓഫ് സ്ഫിയർ, ചെറിയ ഗോളങ്ങളുടെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്യാ? ഇതിന്റെ വോളിയത്തിനാ എന്താണ് ഉരുക്കണ സാധനം അതിന്റെ വ്യാപ്തത്തിനാ ഡിവൈഡഡ് ബൈ എന്താണോ കിട്ടണ സാധനം അതിന്റെ വ്യാപ്തത്തോണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ നോക്കിയേ? എന്താണോ ഉരുക്കണത് അതേ ബൈ എന്താണോ കിട്ടണത്. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് സെമിസ്ഫിയർ എത്രയാണ് കിട്ടാ? വോളിയം ഓഫ് നമ്പർ ഓഫ് സ്ഫിയർ കിട്ടണമെങ്കിൽ അപ്പൊ നമുക്ക് ചെയ്യാം. വോളിയം ഓഫ് സെമിസ്ഫിയർ എത്രയാണെന്ന് അറിയോ? 4/3 അല്ലല്ല 2/3 ആണ്. ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവണം. 2/3 പൈ ഇൻറ്റു 10³ ഡിവൈഡഡ് ബൈ 4/3 പൈ ഇൻറ്റു 1³ സ്റ്റെപ്പ് മനസ്സിലായി നോക്കി. ഇതിന്റെ വോളിയം 2/3 πr³ അല്ലെ? 2/3 πr³ റേഡിയസ് 10 ആണ് കൊടുത്ത്. മറ്റേ 4/3 പൈ ഇൻറ്റു 1³ കേട്ടാ. രണ്ടും കൊടുത്ത് ഇനി എന്തൊക്കെ വെട്ടിക്കളയാൻ പറ്റും നോക്കിയേ. അപ്പൊ 0 വെട്ടാ അല്ലെ? അപ്പൊ ഇതിന്റെ അകത്ത് എന്തെങ്കിലും വെട്ടാൻ പറ്റുമോ? സെയിം നിങ്ങൾക്ക് വെട്ടാൻ കറക്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിർത്താം. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാ. 2 ഇൻറ്റു 2/3
ഇൻറ്റു 10 എത്രയാണെന്ന് അറിയോ? 10 1 3 0 ബൈ എത്രയാണ്? 4/3 4/3 കേട്ടോ. വെട്ടാൻ പറ്റണം ഞാൻ പറയാ, വേണമെങ്കിൽ അടിയിലുള്ള 3 വെട്ടാം. അതായത് നിങ്ങൾക്ക് ഡൗട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്റ്റെപ്പ് ഒന്നും കൂടി ഞാൻ അപ്പുറം എടുത്തെഴുതാം. 2/3 ഇൻറ്റു 1000, അതായത് എത്ര? 2/3 ഇൻറ്റു 1000 2000. 2000/4/3 ഇങ്ങനെയല്ലേ വന്നിട്ടുള്ളത്? 2000/4/3 എന്നാണ് വരാ. ഓക്കെ, അപ്പൊ ഇതിന് അടിയിൽ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യാ? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2000/3 ഇൻറ്റു ആവും കണ്ടാ, ഇങ്ങനെ ഡിനോമിനേറ്റർ വന്നാൽ എന്ത് ചെയ്യാ? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3/4 ആയി. 3യും 3യും വെട്ടിപ്പോയി. 200 200 അല്ല കേട്ടാ, 2000. 2000/4 എത്രയാണ്? 2000/4 4 20 എത്ര തവണ പോവും? 5 തവണ പോയി അല്ലേ? 5 പിന്നെ 2 0 500 കിട്ടാ. ഓക്കെ, 2000നെ 4 ആക്കിയാൽ 500 കിട്ടാ. അതായത് 500 ചെറിയ സ്മോൾ സ്ഫിയറുകൾ ഉണ്ടാക്കാൻ പറ്റും. ഈ സ്റ്റെപ്പ് നോക്കിയേ, അവിടെ എന്താണ് ഞാൻ ചെയ്തത്? നോക്കിയേ, 2 ഇൻറ്റു 1000 2000 ഇവിടെ എത്തിയപ്പ ബൈ 3 ഉണ്ട്, അടിയിലുള്ള തല തിരിച്ചിട്ട് ഗുണിച്ച്, അപ്പൊ മുകളിലുള്ളത് വെട്ടിപ്പോയി. ഈ 4 ഇതിന് ഈ 2000ത്തിൽ എത്ര തവണ പോവും? 500 തവണ പോയി. അപ്പൊ എത്ര ചെറിയ സ്ഫിയറുകൾ ഉണ്ടാക്കാം? 500 സ്മോൾ സ്ഫിയറുകൾ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ടോയ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ അറ്റാച്ച്ഡ് ടു എ ഹെമിസ്ഫിയർ. ഈ ഒരു മോഡൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ഇതേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ത് ചെയ്യാ? നിങ്ങൾ ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തന്നെ കിട്ടണമെങ്കിൽ അതിന്റെ അടിയിൽ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോ കുറച്ചധികം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഇക്വേഷൻസ് ആണ്. ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ ഇതിനകത്തുള്ള നല്ല മാർക്ക് കിട്ടും. നമ്മുടെ ഇവിടുത്തെ ക്രിസ്മസ് എക്സാം ആയാലും നിങ്ങളുടെ സ്കൂളിലെ എക്സാം ആയാലും എന്തായാലും ഇത് പഠിച്ചാൽ പക്കയായിട്ട് എഴുതാൻ പറ്റും. ലെറ്ററുകളും ഇതൊക്കെ എഴുതി പഠിക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിന്റെ ആൻസർ അടിയിൽ കമന്റ് ചെയ്യാം കേട്ടാ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.